ഹായ്, കുറേ നേരമായി നിങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ചാറ്റുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സുവോളജി ടീച്ചേഴ്സ് എല്ലാവരും ഡു ഓർ ഡൈ ചാപ്റ്ററുകളുമായി നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് ഹായ് ഹായ്, എല്ലാവരുടെയും മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്. കുറേ നേരമായി നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. നീറ്റ് എക്സാമിനേഷൻ്റെ തൊട്ട് മുമ്പിലാണ് നിങ്ങളിപ്പോഴുള്ളത്. സോ എല്ലാവരും പ്രിപ്പറേഷൻ മൂഡിലായിരിക്കും. ഏതാണ്ട് അവസാനഘട്ട പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എനിക്കറിയാം. സുവോളജി ചാപ്റ്ററുമായാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ കാണാൻ വന്നതെങ്കിലും പരീക്ഷയുടെ തൊട്ട് മുമ്പേ നിങ്ങളെ ഇങ്ങനെ ഡു ഓർ ഡൈ ചാപ്റ്ററുകളുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ സന്തോഷമാണ് എന്നതുകൊണ്ടാണ് അതിനൊരു ആമുഖം പറഞ്ഞേക്കാം എന്ന് മാത്രം വിചാരിച്ച് ഞാൻ വന്നിരിക്കുന്നത്. 19-ാം തീയതി പരീക്ഷ വരാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നിരന്തരമായി ഓൺലൈൻ എക്സാമിനേഷനുകൾ എഴുതുന്നുണ്ട്. ഹൈബ്രിഡ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നവർ അവരുടെ ക്ലാസ് റൂമിലും പരീക്ഷ എഴുതുന്നുണ്ട്. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി കേരളത്തിലെ 14 ജില്ലകളിലും എക്സാമിനേഷൻ സെന്ററുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അല്പം മുമ്പേ അതിൻ്റെ വീഡിയോ, ഓരോ ജില്ലകളിലും ഏതൊക്കെ സെന്ററുകളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, പോയി പരീക്ഷ എഴുതണം. നീറ്റ് എക്സാമിനേഷന്റെ മോക്ക് പരീക്ഷകളാണ് 3 എണ്ണവും നടക്കുന്നത്. എങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ടി ആ പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാവണമെന്ന് ഒരു റിക്വസ്റ്റ് കൂടെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. പിന്നെ എല്ലാ വട്ടവും പറയാറുള്ള പോലെ തന്നെ കടന്നുപോയ നമ്മളുടെ ചരിത്രം നിങ്ങളെ ആവേശം കൊള്ളിക്കുകയും പരീക്ഷ എഴുതാനുള്ള പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഊർജിതമാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് നിരന്തരമായി ഈ ചിത്രമൊക്കെ നമ്മൾ പിന്നിൽ നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ സെലിബ്രേഷനാണ് ഇത്. വലിയൊരു സെലിബ്രേഷൻ വരാനിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് വിവിധ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 100 നമ്മളുടെ കുട്ടികൾ എല്ലാവരും കോഴിക്കോട്ടേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അടുത്ത മാസം കോഴിക്കോട്ടെ പുതിയ ഹൈബ്രിഡ് ക്യാമ്പസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അവരെല്ലാം സൈലം ലേണിംഗ് ആപ്പ് ആദരിക്കാൻ വേണ്ടി പോവുകയാണിത്. അതിനു മുൻപേ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ സെലിബ്രേഷനാണ്. ഷുക്കൂറിനെ നിങ്ങൾ പുറകിൽ കാണുന്നുണ്ട്. 8ാം റാങ്കായിരുന്നു കഴിഞ്ഞ വർഷം അബ്ദുൾ ഷുക്കൂർ വാങ്ങിയത്. എയിംസിൽ ഷുക്കൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സ്വപ്നങ്ങളിലെല്ലാം എയിംസ് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവണം. രാജ്യത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലേക്ക് നടന്നെടുക്കുകയാണ് നിങ്ങളെന്ന ബോധ്യത്തോടു കൂടി ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്. മാത്രമല്ല, അടുത്ത വർഷത്തെ കുട്ടികളോട് സൈലം ലേണിംഗ് ആപ്പ് എന്താണ് എന്നും എങ്ങനെയാണ് സൈലം ലേണിംഗ് ആപ്പ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത് എന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. നിങ്ങളുടെ പ്രിപ്പറേഷനിടയിൽ നിങ്ങളോട് അഡ്വൈസ് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി തയ്യാറായിട്ടുള്ളവരായിരിക്കും. അവരോടൊക്കെ ഈ വർഷം പ്രിപ്പയർ ചെയ്യാൻ കഴിയാതെ പോയവരോടൊക്കെ നിങ്ങൾ പറയണം സൈലത്തിന്റെ ഓൺലൈൻ കോഴ്സിന്റെയും സൈലത്തിന്റെ ക്ലാസ് റൂമിന്റെയും പ്രസക്തി എന്താണ് എന്നും ഏത് രീതിയിലാണ് സൈലം നിങ്ങളെ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്ന ഘട്ടം വരെ നടത്തിക്കൊണ്ടെത്തിച്ചത് എന്നും നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അഭിമാനത്തിന്റെ ആദ്യ വർഷമാണ് സൈലം ലേണിംഗ് ആപ്പിനെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. ഇന്നലെയും കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന്, വീണ ജോർജിന്റെ കയ്യിൽ നിന്ന് 2021 എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ സൈലം ലേണിംഗ് ആപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡിനുള്ള അവാർഡ് സൈലം ലേണിംഗ് ആപ്പ് വാങ്ങുന്ന കാഴ്ചയാണ് പുറകിലായി. കേരളത്തിലെ ധനകാര്യമന്ത്രിയിൽ നിന്ന് വാങ്ങുന്ന കാഴ്ചയാണ് പുറകിലായി നിങ്ങൾ കാണുന്നത്. സോ ആരംഭിച്ച ആദ്യ വർഷം സൈലം ലേണിംഗ് ആപ്പിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ആദ്യ വർഷമായിരുന്നു. അടുത്ത വർഷത്തെയും അതേപോലെ രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള പ്രയത്നം കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും സൈലം ലേണിംഗ് ആപ്പ് ഡിമാൻഡ് ചെയ്യുന്നത്. സോ ആത്മാർത്ഥമായി പഠിക്കണം എല്ലാവരും. നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഇനഫ് ടൈം ഉണ്ട്. ഏതാണ്ട് നീറ്റ് എക്സാമിനേഷന്റെ 50%ഓളം, ഏതാണ്ടെന്നല്ല പറയേണ്ടത്, കൃത്യമായി അതിന്റെ 50%ഓളം നിങ്ങൾ എങ്ങനെ കടക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സുവോളജിയുടെ ടീച്ചേഴ്സ് എല്ലാവരും വന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. പ്രവീൺ സാർ വെയിറ്റിംഗിലാണ്, രാജേഷ് സാർ വെയിറ്റിംഗിലാണ്, മനോജ് സാറും രമ ടീച്ചറും എല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ എൻട്രൻസ് ട്രെയിനേഴ്സ് ആണ് സൈലം ലേണിംഗ് ആപ്പിനകത്തുള്ള സുവോളജി ടീച്ചേഴ്സ്. നിങ്ങൾക്കറിയാം, അവരെല്ലാം നിങ്ങളെ കാണാൻ വേണ്ടി തയ്യാറായി എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. സോ ഞാൻ അവരെ കാത്തു നിൽപ്പിക്കുന്നില്ല. എളുപ്പം നമുക്ക് അതിലേക്ക് പോവേണ്ടതുണ്ട്. 2 പ്രോഗ്രാമുകൾ ഈ വർഷവും സൈലം ലേണിംഗ് ആപ്പ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ആമുഖമായി നിങ്ങളോട് പറയുന്നു. ഞാൻ അല്പം മുമ്പേ നിങ്ങളോട് പറഞ്ഞു, 2023 എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാടേറെ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും. മാത്രമല്ല, ഇപ്പോൾ +2 റിസൾട്ട് വന്നതിന് ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അവരോടെല്ലാം നിങ്ങൾ കടന്നുപോയ നീറ്റ് ധീര 2.0 പോവുകയാണ്. ധീരയുടെ ഫസ്റ്റ് കോഴ്സ് ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ധീര കോഴ്സിനെ കുറിച്ച് നിങ്ങൾ പറയണം. എങ്ങനെയായിരുന്നു സൈലം ലേണിംഗ് ആപ്പ് നിങ്ങളെ ട്രെയിൻ ചെയ്തത് എന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ധീര കോഴ്സ് മാത്രമല്ല,
കഴിഞ്ഞ വർഷത്തെ പോലെ ഹൈബ്രിഡ് കോഴ്സും സൈലം ലേണിംഗ് ആപ്പ് കഴിഞ്ഞ വർഷം 2000 കുട്ടികളെയാണ് സൈലം ലേണിംഗ് ആപ്പ് ഒരു ഹൈബ്രിഡ് ക്യാമ്പസിൽ എത്തിച്ചതെങ്കിൽ ഈ വർഷം 5000 കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാവുന്ന ക്യാമ്പസ് ആണ് കോഴിക്കോട്ട് 1,00,000 സ്ക്വയർ ഫീറ്റിലധികം സ്ഥലത്തായി തയ്യാറാകുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ ക്യാമ്പസ് കൊണ്ട് സൈലം ലേണിംഗ് ആപ്പിന്റെ സെക്കൻഡ് ക്യാമ്പസ് ആണ് കോഴിക്കോട്ടുള്ളത്. ഇതും അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. സൈലം വീര കോഴ്സിലേക്ക്, സൈലം ഹൈബ്രിഡ് കോഴ്സിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവരോടും പെട്ടെന്ന് സൈലം ലേണിംഗ് ആപ്പിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി നിങ്ങൾ പറയുക. മാത്രമല്ല കോഴ്സിന്റെ പ്രത്യേകതകളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് എടുത്ത് പറയേണ്ടതില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ പുതുതായി എന്താണ് ഈ ഡു ഓർ ഡൈ എന്ന് അന്വേഷിച്ച് വന്ന പുതിയ ഓഡിയൻസ് ഉണ്ടാവും. സൈലം ലേണിംഗ് ആപ്പിനെ പരിചയമില്ലാത്ത ഓഡിയൻസ് ഉണ്ടാവും. അവരോടാണ് ഞാനിത് പറയുന്നത്. സൈലത്തിന്റെ ക്ലാസ് മുറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ട്രെയിനേഴ്സ് കഴിഞ്ഞ 3-3.5 പതിറ്റാണ്ടോളം കേരളത്തിലെ എൻട്രൻസ് എക്സാമിന്റെ ഗതിമാറ്റങ്ങൾ കണ്ടറിഞ്ഞ പ്രഗത്ഭരായ അധ്യാപകരാണ് സൈലം ലേണിംഗ് ആപ്പിനകത്ത് അണിനിരക്കുന്നത്. അവരുടെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാനുള്ള അസുലഭ അവസരമാണ് കേരളത്തിന് മുമ്പിൽ ഒരു ടെക് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ സൈലം ലേണിംഗ് ആപ്പ് കഴിഞ്ഞ വർഷം പ്രദാനം ചെയ്തത്. അതിന്റെ ഭാഗമായി ഒരുപാട് പേർ എൻട്രൻസ് എക്സാമിനേഷൻ ഒന്നിച്ച് ക്രാക്ക് ചെയ്യുന്ന സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായി. ദെൻ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകളെ കുറിച്ചാണ്. സൈലം ലേണിംഗ് ആപ്പിന്റെ മെറ്റീരിയലുകൾ എങ്ങനെയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് അയച്ചു കിട്ടപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാം. അതിലെ ഹാൻഡ് റിട്ടൺ നോട്ടുകളെ കുറിച്ച്, അതിനകത്തുള്ള DPPs കുറിച്ച് ഒക്കെ നിങ്ങൾക്കറിയാം. ആ മെറ്റീരിയൽ ഈ വർഷക്കാരെയും കാത്ത് പുതിയ മെറ്റീരിയൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സൈലത്തിന്റെ അധ്യാപകർ ഇരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു പുതിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ. ദെൻ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. സൈലത്തിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളായാലും ലൈവ് ഇന്ററാക്ഷൻ ആയാലും ഒക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോഴും പഴയ പാഠങ്ങൾ എടുത്ത് നിങ്ങളിൽ പലരും ആപ്പിനകത്ത് കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ കഴിയാതെ പോയ പാഠങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും ചികഞ്ഞന്വേഷിച്ച് ചെല്ലുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആവുന്ന, നിങ്ങളുടെ സ്റ്റഡി ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ സൈലം ലേണിംഗ് ആപ്പിനകത്തുണ്ട്. മറ്റൊന്ന് ടെസ്റ്റ് സീരീസ് ആണ്. നിങ്ങൾ മത്സരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് പ്രാദേശികമായി കോമ്പറ്റീഷൻ ഫിക്സ് ചെയ്യേണ്ട പരീക്ഷയല്ല, ഒരു മൈനോറിറ്റിയോട് കോമ്പറ്റീഷൻ ഫിക്സ് ചെയ്യേണ്ട പരീക്ഷയല്ല, മറിച്ച് എൻട്രൻസ് എക്സാമിനേഷൻ ഒറ്റ പരീക്ഷയാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളും ഒന്നിച്ചിരുന്ന് എഴുതുന്ന പരീക്ഷയാണ്. സോ നിങ്ങൾ മാറ്റുരയ്ക്കേണ്ടത് അത്രമേൽ ആളുകളോടാണ്. അങ്ങനെ മാറ്റുരയ്ക്കണമെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയി തയ്യാറാക്കപ്പെട്ട മോക്ക് സീരീസുകളിലൂടെ കടന്നു പോകണം. അത്തരം ടെസ്റ്റ് സീരീസ് ആണ് സൈലം ലേണിംഗ് ആപ്പ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന് മെന്റർഷിപ്പ് ആണ്. എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാടേറെ മാനസിക പ്രയാസങ്ങൾ, ടെൻഷനുകൾ, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാടേറെ സങ്കടങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അത്രമേൽ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അങ്ങനെ ചേർത്ത് പിടിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയാതെ പോവുകയാണ് എങ്കിൽ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കഴിയാതെ പോവുകയാണ് എങ്കിൽ അവർ പതറിപ്പോവും എന്നുള്ളത് കൊണ്ട് ഓരോ കുട്ടിക്കും ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കണം എന്ന് സൈലം ലേണിംഗ് ആപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സോ കോഴ്സിനകത്തേക്ക് കയറി വന്ന നിമിഷം മുതൽ നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്റർ ഉണ്ട്. അയാൾ നിങ്ങളുടെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏത് ആവശ്യങ്ങളെയും അയാൾ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അയാൾ നിരന്തരമായി അന്വേഷിക്കുന്നുണ്ട്. സോ സൈലത്തിന്റെ മെന്റർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കണം. മറ്റൊന്ന് എയിംസ്, IIT, ആംബിയൻസ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ ആരൊക്കെ NITians ആയി ഉണ്ട്, ആരൊക്കെ IITians ആയി ഉണ്ട്, ആരൊക്കെ ഡോക്ടേഴ്സ് ആയി ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു വലിയ നിര ഫാക്കൽറ്റി, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ട്രെയിനേഴ്സ് എല്ലാവരും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരക്കുന്ന ഒരു കോഴ്സിലേക്കാണ് സൈലം ലേണിംഗ് ആപ്പ് 2023 ലക്ഷ്യം വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ വിശേഷം ആദ്യം പറയേണ്ടത് നിങ്ങളോടാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന്. നിങ്ങളിലൂടെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടത്. നിങ്ങൾ അനുഭവിച്ചതാണ്, നിങ്ങൾ അറിഞ്ഞതാണ്, നിങ്ങളെ പഠിപ്പിച്ചതാണ് സൈലം ലേണിംഗ് ആപ്പ്. സോ അത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മാത്രമല്ല എടുത്തു പറയാനുള്ള സൈലത്തിന്റെ ഹൈബ്രിഡ് കോഴ്സ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ ക്ലാസുകൾ കൊടുക്കുന്നത്, അതിനെ എങ്ങനെയാണ് ആപ്പുമായി കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ അത് എടുത്തു പറയേണ്ടതില്ല. സൈലത്തിന്റെ ഹോസ്റ്റലുകളാവട്ടെ, സെൻട്രലൈസ്ഡ് വൈഫൈ ഹോസ്റ്റലുകൾ, സൈലം ലേണിംഗ് ആപ്പ് ഉപയോഗിക്കാവുന്ന ഹോസ്റ്റലുകൾ, ആ ഹോസ്റ്റലുകളിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ് റൂമിലേക്ക് വരുന്നു, ക്ലാസ് റൂമിൽ നിന്ന് പരീക്ഷ എഴുതുന്നു, അതിനുശേഷം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ പലവട്ടം കോൺസെപ്റ്റുകളിലൂടെ, പലവട്ടം ക്ലാസ് മുറികളിലൂടെ കടന്നു പോകുന്ന സൈലം ലേണിംഗ് ആപ്പും ക്ലാസ് മുറിയും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഹൈബ്രിഡ് പ്രോഗ്രാമിലൂടെ സൈലം ലേണിംഗ് ആപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നത്. സൈലത്തിന്റെ ഹോസ്റ്റലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു, സൈലം നിങ്ങൾക്ക് അയച്ചു തരുന്ന വെൽക്കം കിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയലുകളും ഇൻക്ലൂഡ് ചെയ്തുള്ള കിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറഞ്ഞു, സൈലത്തിന്റെ ടാബ്ലറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ഈ കോഴ്സിൽ
കോഴ്സിന്റെ ഭാഗമായി സൈലം ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ആ വിശേഷവും നിങ്ങളോടാണ് ആദ്യം പറയേണ്ടത്. കഴിഞ്ഞ ഫിസിക്സിന്റെ ഡു ഓർ ഡൈ സീരീസിന് മുമ്പും ഞങ്ങൾ അത് വന്ന് പറഞ്ഞു. ഈ വർഷം സൈലത്തിന്റെ പുതിയ ഹൈബ്രിഡ് ക്യാമ്പസ് തൃശ്ശൂരിൽ വരാൻ വേണ്ടി പോവുകയാണ്. തൃശ്ശൂരിലെ ബെനറ്റ് റോഡിൽ സൈലത്തിന്റെ പുതിയ ക്യാമ്പസ് വരാൻ വേണ്ടി പോകുന്നു. സോ മൂന്നാമത്തെ ഹൈബ്രിഡ് ക്യാമ്പസ്. കഴിഞ്ഞ വർഷം ഒരു ഹൈബ്രിഡ് ക്യാമ്പസ് കോഴിക്കോട്ട് നമ്മൾ ആരംഭിച്ചു. രണ്ടാമത്തെ ഹൈബ്രിഡ് ക്യാമ്പസ് കോഴിക്കോട്ട് തയ്യാറാവുന്നതിന്റെ ചിത്രം നിങ്ങൾ കണ്ടു. മൂന്നാമത്തെ ക്യാമ്പസ് തൃശ്ശൂരിൽ ബെനറ്റ് റോഡിൽ തയ്യാറാവുകയാണ്. അങ്ങനെ കേരളത്തിന് മുമ്പിൽ ഒരു പുതിയ ഹൈബ്രിഡ് ക്യാമ്പസ് കൂടെ സൈലം ലേണിംഗ് ആപ്പ് തുറന്നു വെക്കുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കുട്ടികളെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് 2023 എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബയോളജിയുടെ സുവോളജിയുടെ ഡു ഓർ ഡൈ സീരീസിലേക്ക് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, രാജേഷ് സാറെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ല. ഒരു വർഷം മുഴുവൻ രാജേഷ് ഉണ്ണിത്താൻ സാറിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇരുന്നതാണ്. സുവോളജിയുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കറിയാം, ഞാൻ എടുത്തു പറയേണ്ട. പ്രവീൺ സാറിനെ നിങ്ങൾക്കറിയാം, നിരന്തരമായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. മറ്റൊന്ന് രമ ടീച്ചറാണ്. രമ ടീച്ചറെ കുറിച്ച് ഞാൻ പറയേണ്ടത് എല്ലാ ടീച്ചേഴ്സും അങ്ങ് ആന്ധ്രയിൽ നിന്ന് ഇങ്ങ് വരെ കടന്നു വന്ന അധ്യാപകർ മുഴുവനും നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, മനോജ് സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ട. എല്ലാവരും സൈലത്തിനകത്തുള്ള സുവോളജി ടീച്ചേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് പ്രഗത്ഭരായ, ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 3-3.5 പതിറ്റാണ്ടായി കേരളത്തിലെ എൻട്രൻസ് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ അതിൽ റിമാർക്കബിൾ നെയിം ആയി വാഴ്ത്തപ്പെടുന്ന അധ്യാപകരാണ് സൈലത്തിലെ മുഴുവൻ സുവോളജി ടീച്ചേഴ്സും. അവരെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ. ഇന്നത്തെ സെഷൻ കഴിഞ്ഞു പോകുമ്പോഴേക്കും എങ്ങനെ പഠിച്ചാലാണ് സുവോളജിയുടെ മുഴുവൻ കോൺസെപ്റ്റുകളും ഉറപ്പിക്കാനാവുക, ഏത് പാഠത്തിന് ഏത് രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്, ഏതൊക്കെ പാഠങ്ങളെ ഏത് രീതിയിൽ സമീപിക്കേണ്ടതുണ്ട് എന്നതൊക്കെ വിശദമായി കേട്ടറിഞ്ഞു വേണം നിങ്ങൾ ഈ സെഷൻ കടന്നു പോകാൻ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷനിലേക്ക് നിങ്ങളുടെ സുവോളജി ടീച്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശരി, ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. ബാക്കി സാറ് കണ്ടിന്യൂ ചെയ്യും. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് അശോക്. ഞാനിവിടെ Xylemలో zoology faculty. So today I'm going to discuss about the most important concept that you are going to focus for the NEET exam. So this one, there are 4 chapters I am going to deal today. Okay, na? Just keep on eye what I am going to tell. Okay, conclusions I will tell you that are most important. So before going to that, now I am going to start with digestion and absorption. First, you need to analyze what I am telling first. Okay. First one, in 2016 2 questions, what you are seeing, 2017 2 questions, 2018 1, 19 1, 2020 1 question, 2021 1 question from the digestion secretions. Okay, just observe. Followed by about the sphincters. You know, throughout the elementary canal there are number of sphincters are there. It starts with the cardiac sphincter, ends with the anal sphincter. Okay, there is a very important one is a what it called sphincter of body. So about that sphincter in 2016 1 question. The next one is about the dentition, 1 question in 2017. Portal circulatory system that you can consider in both the digestion and absorption and also body fluids. Okay, they asked about the hepatic portal circulatory system. The next one is the properties of human teeth, as we mentioned about the dentition. The next one is the digestive glands question. Next one, digestive system 2020 1 question. So as always say, like in all physiology topics, from the digestive system up to the human reproductive system, damn surely for each physiology topic there is absolute asking of 3 questions for each physiology topic. So as usually expected number of questions from this chapter is about the 3. Okay, you analyzed. Now I am going to tell about the conclusion. So when you are studying the digestion and absorption topic, there is the most important area that is about the digestive glands and secretions. I hope I remember the page number 262, that is in digestion and absorption. That page, okay, it is the most important, most confusing, most condensed part of the digestion and absorption. So that point, that content, digestive glands and digestive secretions are absolutely, so are very important in the digestion and absorption.
If you are very sure about that particular page, about the glands and secretion, you can keep 2 questions in your pocket safely from the digestion and absorption. If you are not sure about that page, you can contact us. Definitely I will make you as a confidant. Another very important area you need to focus in digestion and absorption is a protein energy malnutrition. Last one, PEM. Actually, that is a newly introduced concept in this digestion and absorption. Thing is that in the globe, each and every person should know about the malnutrition. That is why I am telling that there should need of one question from the PEM. So that is why these 2 areas. So when you are telling about the protein energy malnutrition, there is only 2 things. One is a cash worker disease, another one is a marasmus disease. A small difference. Cash worker disease is just due to the deficiency of the proteins. Marasmus is due to the deficiency of both proteins and energy, calories deficiency. So if there is actually, why I am telling about the protein and energy malnutrition, is always both confusing aspects. Very minor differences will be there. That is why these 2 concepts. What is those concepts? Digestive glands and secretion. The next one is a protein energy malnutrition. These 2 are absolutely you need to focus in digestion and absorption. Okay. Now I am going to the next chapter. Breathing and exchange of gases. Just you go through this one. Partial pressure of the gases 2016 1 question. ODC. Oxygen dissociation curve. Soon I will tell in the conclusion. Keep on eye on this screen. 2016 1 question. 2021 1 question. Like that, if you see the mechanism of breathing, respiratory disorders understand. Respiratory volume, just understand 2017, 18, 19 and 20. Followed by the partial pressure of oxygen and carbon dioxide. See one more time, respiratory diseases. As I said, in the like all physiology topics, we can expect the 3 questions from this chapter. Now you take the breathing and exchange of the gases. Thing is this, all physiology chapters, whether it is a plant physiology or animal physiology, all physiology topics are absolutely conceptual basis, no doubt about that. But the most conceptual topic is the breathing and exchange of gases. That is because, why I am telling this one, because we cannot cut this chapter anywhere in the middle. Because one concept is linked with another concept. That is I am telling the most conceptual based topic. So here what I am going to conclude here is that what are the areas we need to focus in this breathing and exchange of gases, just observe. As I know, as everybody know who is preparing for the NEET exam, we need to by heart about the respiratory volumes. Everybody will suffer with the respiratory volumes. To remember, how to remember, that the definitions are somewhat confusing. The volumes, okay, somehow we can remember those volumes and capacities. But most of the students, or including myself, practically, always confused with the respiratory volumes and their definition. Okay, that area, because it is a confusing aspect, there is absolutely one question is possible in that respiratory volumes. Another one, there is a table is there. Do you remember partial pressure of carbon dioxide and oxygen? Because the total exchange of the gases, whether it is a systemic gas exchange or pulmonary gas exchange of the gases is absolute. And the total concept of the exchange of the gases is based on that table. Do you remember why I am telling? Because here the topic is a exchange of the gases. When you tell exchange of the gases, gas will move from high concentration to low concentration. That means we should remember the table. So one is respiratory volumes, next one is a partial pressure of oxygen and carbon dioxide, that table. Another important area is that respiratory diseases, the most burning problems human beings are facing. So whether you take the emphysema, whether you take asthma, whether you take occupational respiratory disorders, okay, these another area to concentrate.
Then next one is the overall mechanism of breathing. As we know, there is inhalation and exhalation, negative pressure and positive pressure. Okay, don't get anyway, don't get divert. Another last important thing is that ODC, oxygen dissociation. Why I am telling this last, ODC? My favorite area in this chapter is ODC. That's because why I made ODC is my favorite area, because oxygen dissociation curve, different factors influencing the ODC is a very close contact with the medicine. That is why I made as my favorite aspect. That is why that area, oxygen dissociation curve, is another area to remember. So these are the areas. What are those? Respiratory volumes, respiratory diseases, partial pressure of oxygen and carbon dioxide, ODC. Mechanism of breathing, inhalation and exhalation, light touch. So these are the areas we should know in the breathing and exchange of gases. If you are still confused about the respiratory volumes and the respiratory, partial pressure of oxygen and carbon dioxide, contact me. So I have a strategy to memorize that. Anyhow, before going to the exam, one day before, you should read about the respiratory volumes. Now the next one I am going to give reproductive health. Just wait here, first one. From this chapter, we can expect absolutely 2 questions. If I am very lucky, definitely 3 questions will come. Why I am calling as I am lucky? Because if I am lucky, that is absolutely you are lucky. So 2 questions. What are the areas we need to focus means? I will tell you a comparison like. In biology overall, there are 38 chapters overall. If you take the topics like biological classification, the topic like a cell, the next one is the topic like reproductive health, microbes in human welfare, environmental issues. These chapters you feel like very simple, but these chapters, from this chapter, number of questions are very high. So I am telling about the respiratory, what it called as reproductive health. Absolutely, from this reproductive health is very simple, as everybody know. Simultaneously, it is a simple, pakshe, powerful, just like a Java. So that is why, what are the areas? Just I will tell you the 2 areas. I said 2 questions now, 2 areas. One is contraceptives. So our contraceptive paragraph, if you are remember, that what it called as a natural contraceptives, barrier contraceptive, okay. Very important is a hormonal based contraceptives. Okay, do you remember that one? A hormonal based contraceptive is there. One important thing is the Saheli is there. That contraceptive, absolutely 1 question should give from that chapter, from that concept, as because I know, because how to control the pregnancy is a very important aspect, because that is how we can control the overpopulation. That is I know from my heart. That is a second important area. People in the society, they are facing the problem. That is one is a ART, assistive reproductive technologies. Do you remember? GIFT, IUT, IUI, these techniques. From these 2 areas, 2 questions should give. There is no other way. One more question. If any miss among these 2, one more area is a STD, reproductive sexual transmitted diseases or reproductive tract infection. STD matram Tangal, you should read somewhat careful, because that is a somewhat logical way. Okay, please, that area, these 3 areas, amniocentesis, very simple technical, that we should know. Okay, amniocentesis is not designed for the determination of sex. It is designed for knowing the chromosomal disorders. These 3 are the areas. What are those? One is absolutely contraceptives. One is ART, assistant reproductive technologies. Last one is reproductive tract infection. These 3 areas are very simple to remember. That one is definitely you will get. The last chapter I am going to tell about the human health and disease, very diverse chapter.
Because it consists of diseases, definitely 3 questions will come. Some year 4 questions will come, that I will tell you. Okay? Diseases are there. Very number of diseases they mention are very less. In bacteria we know typhoid and pneumonia. As we know, not more than 15. But I should know those things. Because those diseases symptoms will get confused. Okay? Diseases. Next, immune system. The next one is the second most killer disease of the globe. That is a cancer. That is a cancer is the tip of the research area. Because cancer, that is what I said. It is the second most killer disease across the globe. That is why the tip of the research is oncology. The most sensitive area. Followed by the most famous virus ever in the human history, HIV. That is about the AIDS. The very important thing is the drugs. These are all the concepts. Every year, one or another concept will come. What are the important areas? First, one question absolutely from the drugs. No doubt about the drugs. In that drugs, careful, not only the theory. They gave the general structure also they gave. Just no need to practice those structures. Cannabinoid, morphine, don't practice. But if they give, you need to identify what is the structure. That's enough. By seeing it is a morphine or it is a cannabis. Just you need to identify. Along with that one, they gave some plants, datura plant. Just to can you conscious about it. Remaining drugs, one question absolute. Second one, sir, immunity is a very big na, sir. How can we? Immunity lo almost always one question from the autoimmunity. You remembered, autoimmunity lo very common question. Autoimmunity is due to the loss of. Say simple, so many times given. That is the loss of self and non-self discrimination. Autoimmunity lo only one disease, autoimmune disease we need to remember is a rheumatoid arthritis. Second question. Lymphoid organs. Everybody will get confused by reading number of times. Simple, highly conceptual. There are 3 or 4 points are there in the lymphoid organs. It will go over. The next one is that frequent question. One thing is that organ rejection or tissue rejection is mediated by whether it is a HMI or CMI. Very important question. So, one is the autoimmunity, next one is the lymphoid organs. Probably, what I said the question, vaccination. Okay, that point. Vaccination is based on the property of memory or secondary immune response. So, these are the areas we need to focus in the immunity, followed by the cancer. As I said, our terminology is enough because cancer is one of the most depth in the biology. Next one about the HIV. So as the thing is that there are certain things not mentioned there. That what it called as HIV genetic material. Just they gave RNA genome. So carefully observe that point. It is enveloped virus. Mode of spreading. This year they mentioned newly introduced the 4th mode of spreading in the AIDS. That is from mother to fetus by crossing the placenta. Because last year they mentioned only 3. Now they mentioned about the 4th one. So HIV life cycle just pass. There is a diagram is there, just pass through that one. So these are the areas you should focus. So I discussed about the 4 chapters. Absolutely, on an average, from these 4 chapters, you will get to 12 questions. No doubt about it. Okay, what I said, the areas absolutely will come. So, if you have any doubts about all these concepts, contact us. We are ready to tell. So, now I am going to conclude. I am going to welcome my respected teacher, Rajesh Unithan. So, sir is going to continue. Thank you to all. Namaskar. Hi dear students. Warm welcome to the biology class, especially zoology class. We have 5 chapter priority അനുസരിച്ചുള്ള questions ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഓരോ ഇയറിൽ ചോദിച്ച കണ്ടന്റ് പറയും. അത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കണ്ടന്റ് ഞാൻ പ്രത്യേകം പറയും.
വളരെ സന്തോഷത്തോടെ വളരെ ലൈവായി ഈ ക്ലാസ്സിലിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ഈ ചാപ്റ്റർ നമ്മുടെ +1 ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതിൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഗ്രോത്ത് ഹോർമോൺ, അത് GnRH, ഗോണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, ഹൈപ്പോതലാമസ്, ഇതിനെ രണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് 2016, 2017 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് 2016 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗ്രോത്ത് ഹോർമോണിനെ ബേസ് ചെയ്തുകൊണ്ട് 2017 വന്നിട്ടുണ്ട്. തൈറോയിഡ്, അതിനോട് ബന്ധപ്പെട്ട് ഗ്രേവ്സ് ഡിസീസ് 2016. പാരാത്തോർമോൺ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ആൽഡോസ്ട്രോൺ, ANF, റിലാക്സിൻ, ഇൻഹിബിൻ, ഇത്രയും ഹോർമോണിനെ വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ 2016 വന്നു. അടുത്ത നോക്കൂ, തൈമസ് ഹോർമോണിനെ ബേസ് ചെയ്തിട്ട് 2017 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻസുലിൻ, തൈറോക്സിൻ, കോർട്ടിക്കോയിഡ്സ്, അഡ്രിനൽ കോർട്ടിക്കോയിഡ്സ്, ഗ്രോത്ത് ഹോർമോൺ, ഇത്ര ഗ്ലാൻസിന്റെ മീൻസ് ഹോർമോൺസിന്റെ ഡിസീസസ് വിത്ത് മാച്ചിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്തുള്ള ക്വസ്റ്റ്യൻ 2016 വന്നിട്ടുണ്ട്. അതേപോലെ ഡയബറ്റിസ് മെലിറ്റസ്, നിങ്ങൾക്കെല്ലാം അറിയാം, ഡിസീസ് അറിയാം, 2020 ചോദിച്ചു. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അതിന്റെ ഫംഗ്ഷൻ 2020 ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഹോർമോൺസ് 2016, 2017 നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഹോർമോൺ 4 ടൈപ്സ് ഓഫ് ഹോർമോൺസ്, 4 തരം ഹോർമോൺ നമുക്കറിയാം. സ്റ്റിറോയിഡ്, പ്രോട്ടീൻ ഹോർമോൺ, തൈറോകാൾസിറ്റോണിൻ, ഇങ്ങനെ പറഞ്ഞ 4 ടൈപ്പ് ഹോർമോൺസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ 2018 ചോദിച്ചു. അതിന്റെ കെമിക്കൽ നേച്ചർ, മെക്കാനിസം ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ, നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് കിടക്കുന്ന മെക്കാനിസം ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ, അതുപോലെ പ്രോട്ടീൻ ഹോർമോൺ, ഇത്രയും പാർട്ട് 2019 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇയർ മാത്രമല്ല, ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതാണ് ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് വരാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്, നമ്മുടെ ജെനറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി ചാപ്റ്ററാണ്. അപ്പൊ ഈ ചാപ്റ്ററിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് GH, ഗ്രോത്ത് ഹോർമോൺ, തൈറോയിഡ് ഗ്ലാൻഡ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, അഡ്രിനൽ, 4 ടൈപ്സ് ഓഫ് ഹോർമോൺസ്, കെമിക്കൽ നേച്ചർ, അതുപോലെ അതിന്റെ വെയിറ്റേജ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് 16 മാർക്കാണ്. എന്ന് വെച്ചാൽ 4 ചോദ്യങ്ങൾ. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഹിസ്റ്ററി എടുത്താൽ 4 ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് വരാം. അടുത്തത് ശ്രദ്ധിക്കുക, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ജെനറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഹീമോഫീലിയ, ആ ഡിസീസ് 2016 ചോദിച്ചു. ഇവിടെ തൊട്ട് തുടങ്ങാം. മെൻഡൽസ് എക്സ്പെരിമെന്റ് 2017 ചോദിച്ചു. മെൻഡൽസ് എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട്. ക്യാരക്ടേഴ്സ് ഓഫ് പിസം സറ്റൈവ 2017. മോണോഹൈബ്രിഡോസ്, അതിന്റെ പ്രോബ്ലം 2016. മക്കൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ വർഷവും നമുക്ക് എത്ര ചോദ്യങ്ങൾ വന്നുള്ള ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടെസ്റ്റ് ഗ്രോസിനെ ബേസ് ചെയ്തുകൊണ്ട് 2016 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ്സ്, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ്സിനെ ബേസ് ചെയ്തിട്ട് എസ്പെഷ്യലി അതിന്റെ നമ്പർ ഓഫ് ഫീനോടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ജീനോടൈപ്പ്, ഇത് വെച്ചിട്ട് 2017 ക്വസ്റ്റ്യൻ ചോദിച്ചു, 2018 ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്രോമസോം തിയറി, ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ലോ, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ, ഡിസ്കവറി ഓഫ് മെൻഡൽസ് എക്സ്പെരിമെന്റ്, ഈ 4 കൺസെപ്റ്റ് 2017 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്ലോയിഡി, മ്യൂട്ടേഷൻ, അത് 2016 ചോദിച്ചു. എഗെയിൻ ശ്രദ്ധിക്കുക, ഡൊമിനൻസ്, കോഡൊമിനൻസ്, പ്ലിയോട്രോപ്പി, പോളിജീനിക് ആക്ഷൻ, ഇത് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ മാച്ച് ഫോളോയിങ് പഠിച്ചിട്ടുണ്ട്. 2016 ചോദിച്ചു. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ 2016 ചോദിച്ചു. അതേപോലെ നോക്കൂ, ഹീമോഫീലിയ നമ്മുടെ ഡിസീസ് 2016. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഹീമോഫീലിയ, ഡൗൺ സിൻഡ്രം, ഫിനൈൽകീറ്റോണൂറിയ, സിക്കിൾ സെൽ അനീമിയ, ഈ 4 അസുഖങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന രീതിയിൽ 2016 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി പ്രോപ്പർട്ടി ഓഫ് എക്സ് ലിങ്ക്ഡ് ജീൻസ്, അതിന്റെ എക്സ്പ്രഷൻ, എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള എക്സ് ക്രോമോസുമായിട്ട് ബന്ധപ്പെട്ട ജീൻ
എങ്ങനെ എക്സ്പ്രസ് ചെയ്യും അത് 2017 2018 ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിളാണ് ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നസ്. അടുത്തത് 3-4 അസുഖങ്ങളാണ്: ഫിനൈൽ കീറ്റോനൂറിയ, ഡൗൺ സിൻഡ്രം, ക്ലൈൻഫിൽറ്റർ സിൻഡ്രം, ടേണർ സിൻഡ്രം. ഈ 4 അസുഖങ്ങൾ 2017 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ 2017 വന്നു. നോൺ ഡിസ്ജങ്ഷൻ, ഇത് NCERT ഒരു പോയിന്റ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നോൺ ഡിസ്ജങ്ഷൻ, ഡൗൺ സിൻഡ്രം വരാനുള്ള കാരണം, അത് 2017 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട 4 പോയിന്റ്സ് ആണ്: ബ്ലഡ് ഗ്രൂപ്പ്, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ, ഡിസോർഡേഴ്സ് ഓഫ് ജെനറ്റിക്സ്. എസ്പെഷ്യലി നമ്മുടെ പ്രിൻസിപ്പിളിൽ പഠിക്കുന്ന എല്ലാ ഡിസോർഡേഴ്സും, എല്ലാ ഡിസീസസും, സെക്സ് ഡിറ്റർമിനേഷൻ, മക്കൾക്കറിയാം XXXY, XXX0 ഇങ്ങനെ പഠിക്കുന്ന എല്ലാ സെക്സ് ഡിറ്റർമിനേഷനും. ഇത് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. എത്ര വെയിറ്റേജ് നോക്കി? 24 മാർക്ക്. 24 മാർക്ക് എന്ന് പറയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആയി? 6 ചോദ്യം. 5 മുതൽ 6 ചോദ്യങ്ങൾ പ്രിൻസിപ്പിൾസിന് ചോദിക്കാം. അതുകൊണ്ട് അത് ഒരിക്കലും എന്താ പറയാ, ഒരു അവഗണിക്കാൻ പാടില്ലാത്ത നന്നായി പഠിക്കേണ്ട ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമുക്ക് അടുത്തേക്ക് പോകാം. നെക്സ്റ്റ് വൺ, ഇവല്യൂഷൻ. ഇവല്യൂഷൻ എന്ന് പറയുന്നത് അത്ര വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ അല്ല, ഞാൻ കാണിച്ചു തരാം. സീക്വൻസസ് ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഓർ ഓർഗാനിക് എവല്യൂഷൻ, അതായത് നമ്മൾ പഠിക്കുന്ന ഒപ്പാരിൻ ഹാൽഡേൻ തിയറി 2016 ചോദിച്ചു. ഹോമലോഗസ് ഓർഗൻസ്, അതിന്റെ എക്സാമ്പിൾസ് 2016, 2017, 2018 3 വർഷങ്ങളിൽ ചോദിച്ചു. അനലോഗസ് ഓർഗൻസ് 2016 ചോദിച്ചു. അഡാപ്റ്റീവ് റേഡിയേഷൻ ആൻഡ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക, നമ്മുടെ ഡാർവിൻസ് ഫിഞ്ചസ്, അതിനെ ബേസ് കൊണ്ട് 2017 ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ നോക്കൂ, ഡൈവേർജന്റ് എവല്യൂഷൻ, ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് ഡൈവേർജന്റ് എവല്യൂഷൻ 2018 ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ഡയറക്ഷണൽ ഡിസ്റപ്റ്റീവ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് നോട്ട് ചെയ്ത് വെച്ചോളൂ. 2019. അടുത്തത് ഡയറക്ഷണൽ സെലക്ഷൻ മാത്രമായിട്ടൊരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചു. അത് 2017. സോൾട്ടേഷൻ, അതായത് ഡീബ്രീസിന്റെ മ്യൂട്ടേഷൻ 2018 വന്നു, 19 വന്നു. ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ അടിവരായിട്ട് വെച്ചോ, 2016 ചോദിച്ചു. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി വരാം. ജനറ്റിക് ഡ്രിഫ്റ്റ് അതിൽ പെട്ടതാണ്, അത് 2016 ചോദിച്ചു. ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കുന്നത് P+Q the whole square is equal to P² + 2PQ + Q² is equal to 1. അതിനെ ബേസ് കൊണ്ട് ഒരു പ്രോബ്ലം 2016 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹാർഡി വീൻബർഗ് പ്രോബ്ലം ചോദിച്ചു. ബ്രെയിൻ കപ്പാസിറ്റീസ് ഓഫ് ഹോമോ ഹാബിലിസ്, ഹോമോ എറക്ടസ്, ഹോമോ നിയാൻഡർത്താൽ, ഹോമോ സാപ്പിയൻസ്, ഈ 4 മനുഷ്യന്മാരുടെ ബ്രെയിൻ കപ്പാസിറ്റി 2019 മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ വെയിറ്റേജ് 8 മാർക്കാണ്. 8 മാർക്ക് എന്ന് പറയുമ്പോൾ 2 ചോദ്യങ്ങൾ വരാം ഈ ചാപ്റ്ററിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹോമലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ്, ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ, ബ്രെയിൻ കപ്പാസിറ്റീസ് ഓഫ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ. ഇത്രയും ഒന്ന് അടിപൊളിയായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. നോക്കാം അടുത്തതിലേക്ക്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അനിമൽസ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓർഗനൈസേഷൻ, പക്ഷെ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. നോക്കാം, ടിഷ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ, അതിൽ സിലിയേറ്റഡ് 2019, ക്യൂബോയിഡിൽ ബ്രഷ് ബോർഡേഡ് 2020, കോളംനാർ ആൻഡ് ക്യൂബോയിഡൽ ആൻഡ് ഫങ്ഷൻ ഗോബ്ലെറ്റ് സെൽ ഇത്രയും 2020. എന്ന് വെച്ചാൽ 1 വർഷം മുമ്പ് ഇത്രയും ചോദ്യങ്ങൾ എപ്പിത്തീലിയത്തിൽ നിന്ന് മാത്രം ചോദിച്ചു. മക്കൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് എപ്പിത്തീലിയം ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചോളൂ, അതിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. കണക്റ്റീവ് ടിഷ്യൂ, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അതിൽ കണക്റ്റീവ് ആൻഡ് മസ്കുലർ ഞാൻ ഒരുമിച്ച് എഴുതിയിരിക്കാം. അവിടെ നോക്ക്, അരിയോള ടിഷ്യൂ, ട്രാൻസിഷണൽ എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, സ്മൂത്ത് മസിൽ, ടെൻഡൻ, കാർട്ടിലേജ്, ദർ ലൊക്കേഷൻസ്. ടെൻഡൻ, കാർട്ടിലേജ്, അരിയോള ടിഷ്യൂ, സ്മൂത്ത് മസിൽ. ഇത് ഇത്രയും ചോദിച്ചത് 2016 മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോക്രോച്ചാണ്. കോക്രോച്ചിന്റെ ന്യൂറൽ സിസ്റ്റം 2020, അതിന്റെ ബ്രെയിൻ, നമ്മുടെ തല കട്ട് ചെയ്താൽ അത് ഒരാഴ്ച ജീവിച്ചിരിക്കുന്നുള്ള ക്വസ്റ്റ്യൻ, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ്
അലിമെന്ററി കനാൽ, മൗത്ത് മുതൽ ഏനസ് വരെയുള്ള പാർട്ടുകളുടെ അറേഞ്ച്മെന്റ് 2019. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അനാറ്റമി, അതായത് ഒരു മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് പാർട്സ് 2016. മക്കളെ അടിവരയിട്ട് വെച്ചോ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഈ വർഷം വരും. അടുത്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അനാറ്റമി 2017. മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോക്രോച്ച്, ആണിനും പെണ്ണും എങ്ങനെ തിരിച്ചറിയാം, അവരുടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെ, 2016. പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത 2 പാർട്ട് ഫ്രോഗ് ആൻഡ് എർത്തുവമാണ്. ഇവിടെ ഒരു നല്ല ചോദ്യം വന്നിട്ടുണ്ട്. ഫ്രോഗിന്റെ ഹാർട്ടും പേസ് മേക്കറൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ പേസ് മേക്കറല്ലേ റിലേറ്റ് ചെയ്തുകൊണ്ട് 2017 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. മെയിൽ ഫ്രോഗിന്റെ റീപ്രൊഡക്റ്റീവ് അനാറ്റമി, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അത് 2017 ചോദിച്ചു. എർത്തുവമിന്റെ ഡെവലപ്മെന്റ് 2018 ചോദിച്ചു. നമുക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഒന്ന് നോക്കാം. വെയിറ്റേജ് നോക്കൂ, 12 മാർക്കാണ്. എന്ന് വെച്ചാൽ 3 ക്വസ്റ്റ്യൻ വരാം. 3 ക്വസ്റ്റ്യൻ. ഇത് നമ്മളൊരു കാൽക്കുലേഷനാണ്. കഴിഞ്ഞ 5-6 വർഷത്തെ ടോപ്പിക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാണ് ഇത്ര വരാം. അതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, കോക്രോച്ച്. ഇത്രയും പാർട്ട് അടിപൊളിയായിട്ട് പഠിച്ചാൽ ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കുക, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു അടിപൊളി ടോപ്പിക്കാണ്. ശ്രദ്ധിക്കുക, ഞാനതിന് ചോദിച്ച കൺസെപ്റ്റുകൾ പറയാം. നിങ്ങൾ ബുക്ക് എടുത്തിട്ട് പെട്ടെന്ന് ടിക്ക് ചെയ്യുക. NCERT സ്ട്രക്ചർ ഓഫ് ഇയർ, ഇയർ ഓസിക്കലിനെ ബേസ് ചെയ്തിട്ട് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് 2017 ഒരു ചോദ്യം. പാർട്സ് ഓഫ് ഇയർ, മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇയറിന്റെ പാർട്സ് വെച്ചുകൊണ്ടൊരു ചോദ്യം 2020. അപ്പൊ തീർച്ചയായിട്ടും ഇയറിന്റെ സ്ട്രക്ചർ അടിപൊളിയായിട്ട് പഠിക്കാം. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആൻഡ് ഷ്വാൻ സെൽ, അത് 2017. അത് ചിലപ്പോൾ പിക്ചറായിട്ടും വരാം, മേ ബി. നിസിൽസ് ബോഡി 2018. സിനാപ്സ് 2017. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ന്യൂറോണും സിനാപ്സോടെ വന്നു കഴിഞ്ഞില്ലേ. അടുത്തത് സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ, നമ്മുടെ തലച്ചോറിന്റെ സ്ട്രക്ചർ. അവിടെ എന്തൊക്കെ വന്നു? മെഡുല്ല വന്നു, പോൺസ് വന്നു, ഹൈപ്പോതലാമസ്, ലിംബിക് സിസ്റ്റം, കോർപ്പസ് കളോസും 2018 മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്ക്, ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോതലാമസ് 2019 ചോദിച്ചു. അപ്പൊ ബ്രെയിൻ അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മള് റിസപ്റ്റേഴ്സ് അതായത് ടച്ച് റിസപ്റ്റർ, ഫോട്ടോ റിസപ്റ്റർ കണ്ണ്, ടേസ്റ്റ് റിസപ്റ്റർ ടങ്, ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സിനെ കുറിച്ചൊരു ചോദ്യം 2016 വന്നിട്ടുണ്ട്. പെസീനിയൻ കോർപ്പസൽ, നമ്മുടെ സ്കിന്നിലുള്ള പെസീനിയൻ കോർപ്പസലിനെ പറ്റി 2017 ക്വസ്റ്റ്യൻ വന്നു. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഐയെ പറ്റി, അതിന്റെ സ്ട്രക്ചർ. അവിടെ ചോദിച്ച ചോദ്യം സിലിയറി ബോഡി 2018, സ്ട്രക്ചർ ഓഫ് കോർണിയ 2019, വിറ്റമിൻ കരോട്ടീൻ, നമ്മുടെ ഓപ്സിൻ റെറ്റിനാൽ എന്ന് പറഞ്ഞ ആ സംഗതി, റെറ്റിനാൽ അതൊരു വിറ്റമിൻ ആണ്, എ കരോട്ടീൻ, അത് 2017 ചോദിച്ചു, 2016 ചോദിച്ചു. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ലേ? നോക്കൂ, ഇതിന്റെ വെയിറ്റേജ് 12 മാർക്കാണ്. 3 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാം. 3 ചോദ്യങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോർഷൻസ്. സ്ട്രക്ചർ ഓഫ് ഐ അടിപൊളിയായിട്ട് പഠിക്കണം. സ്ട്രക്ചർ ഓഫ് ഇയർ അടിപൊളിയായിട്ട് പഠിക്കണം. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ സൂപ്പറായിട്ട് പഠിക്കണം. സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ നന്നായി പഠിക്കുക. ഇത്രയും ഭാഗങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുന്നത്. ഇനി അടുത്ത ടീച്ചർ വരും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഈ ഒരു ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷങ്ങൾ, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മൾ വന്ന ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു പ്രഡിക്ഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ പ്രഡിക്ഷൻ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കോൺസെപ്റ്റും തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സൈലത്തിന്റെ ഒരു വാക്കാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക, അടിപൊളിയായിട്ട് ശ്രമിക്കുക. ഞാൻ അടുത്ത ടീച്ചറെ വെൽക്കം ചെയ്യാണ്. രമാ മിസ് വരുന്നു. മിസ് വന്നിട്ട് എസ്ക്രീറ്ററി പ്രൊഡക്ട്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി തരും. Hi dear students,
ഞാൻ രമ, നമ്മുടെ സൈലം ലേണിംഗ് ആപ്പിൻ്റെ സുവോളജി ടീച്ചറാണ്. അപ്പം ഞാൻ ഇന്ന് അതായത് ലിവിങ് വേൾഡ് നമ്മുടെ ബയോളജി NCERT ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. +1 NCERTയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്. അപ്പം നിങ്ങൾക്കറിയാം ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ ചെറുതാണ്, പഠിക്കാൻ എളുപ്പമാണ്. മാത്രമല്ല ക്വസ്റ്റ്യൻസ് നീറ്റിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ്. 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് വീതമാണ് സാധാരണ ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഇതിൻ്റെ ഈ ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 മാർക്കാണ്. ടോട്ടൽ നമ്മുടെ നീറ്റ് ക്വസ്റ്റ്യൻസിൽ 8 മാർക്ക് ലിവിങ് വേൾഡിൽ നിന്ന് കിട്ടും. 8 അല്ലെങ്കിൽ 4, അതായത് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ സാധ്യത. അപ്പം നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് മാർക്ക് എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇനി നമുക്ക് ഈ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ത്രസ്റ്റ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടാക്സോണമിക് എയ്ഡ്സ്. എല്ലാ വർഷവും ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്ന പാർട്ട്, അതായത് ഹെർബേറിയം, കീ, മോണോഗ്രാഫ്, അങ്ങനെയുള്ള ആ ഏരിയ, അതിൽ നിന്ന് എപ്പോഴും എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം ഉറപ്പായിട്ട്. ദെൻ അടുത്ത് വരുന്നത് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ്. അതായത് ലിവിങ് തിങ്സിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഏതൊക്കെ, അതുപോലെ തന്നെ ലിവിങ് തിങ്സിനെ നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള ആ ഏരിയ ഇൻട്രൊഡക്ടറി പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അതായത് ലിവിങ് തിങ്സിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, ഇത് രണ്ടും വളരെ ക്ലിയർ ആയിരിക്കണം. വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. കാരണം ടോപ്പിക് എളുപ്പമാണെങ്കിലും ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അത് ക്ലാരിറ്റിയോടെ തന്നെ പഠിച്ചിരിക്കണം ആ 2 ടോപ്പിക്സും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഓർഗാനിസംസ് വിത്ത് ദെയർ ടാക്സോണമിക് കാറ്റഗറീസ്. അതായത് ടാക്സോണമിക് ഹൈറാർക്കിയും അതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസും വളരെ ക്ലിയർ ആയിരിക്കണം. മാത്രമല്ല ഒരു ചാർട്ട് NCERT കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സ്. അതായത് ചില പ്ലാന്റ്സിൻ്റെയും ചില അനിമൽസിൻ്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടാക്സോണമിക് കാറ്റഗറീസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ട് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. കാരണം ഈ ടോപ്പിക്ക് വളരെ എളുപ്പമാണ്, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ തെറ്റാനും സാധ്യതയുണ്ട്. അത് കാരണം വളരെ ക്ലാരിറ്റി ആയിട്ട് തന്നെ ഈ ടോപ്പിക്ക് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2 ക്വസ്റ്റ്യൻസ്, 2 അല്ലെങ്കിൽ 1, അതാണ് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം. അപ്പം മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ വർഷവും, അത് 2016 തൊട്ട് ഈ ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൗസ് ഫ്ലൈ, ദെൻ ഹെർബേറിയം, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൗസ് ഫ്ലൈ പിന്നെ ഹെർബേറിയം, അത് ടാക്സോണമിക് എയ്ഡിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്കിൽ നിന്ന് 2016 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു പാർട്ട് ടാക്സോണമിക് ഹൈറാർക്കി അതുപോലെ തന്നെ ടാക്സോണമിക് എയ്ഡ്സ് ലിവിങ് വേൾഡിൽ വളരെ പ്രധാനപ്പെട്ട 2 ഏരിയയാണ്. പിന്നെ വീണ്ടും അതുപോലെ തന്നെ 2018 ടാക്സോണമിക് എയ്ഡ്സ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത് 2016 നോക്കുകയാണെങ്കിൽ അവിടെ ബൈനോമിയൽ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 2016. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ അതിൻ്റെ ചില റൂൾസ് ഒക്കെ NCERT കൊടുത്തിട്ടുണ്ട്. അത് വളരെ ക്ലിയർ, കാരണം ഈ ടോപ്പിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടോപ്പിക്ക് എളുപ്പമാണ്, ബട്ട് അതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റിപ്പോവും. അങ്ങനെയാണ് ആ ടോപ്പിക്കിൻ്റെ രീതി. ഓക്കെ, ഇപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ 2016 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വീണ്ടും 2019 ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദെൻ അടുത്ത് വരുന്നത് വീണ്ടും ടാക്സോണമിക് കാറ്റഗറീസ് ആണ്. ടാക്സോണമിക് കാറ്റഗറീസിൽ 2021 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ലിവിങ് വേൾഡിൽ. അപ്പം 8 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നീറ്റിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട്, അതായത് ഈ സ്ട്രെസ് ചെയ്യേണ്ട ഏരിയ ആണിത്. ടാക്സോണമിക് എയ്ഡ്സ് ഉണ്ട്, പിന്നെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ്, പിന്നെ ഓർഗാനിസംസ് വിത്ത് ദെയർ ടാക്സോണമിക് കാറ്റഗറീസ്, ദെൻ ടാക്സോണമിക് ഹൈറാർക്കി. അപ്പം ഇത്ര ഏരിയ വളരെ ക്ലാരിറ്റിയോടെ പഠിക്കുക, അതാണ് ലിവിങ് വേൾഡിന് വേണ്ടത്. ഇനി അടുത്ത ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. അതായത് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്
എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഇപ്പം ടോപ്പിക് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. അപ്പം ഇവിടെയും എനിക്ക് പറയാനുള്ളത്, ഇപ്പം ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചില പാർട്ടൊക്കെ വളരെ ടഫായിട്ട് തോന്നും. മാത്രമല്ല ഇതിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ, അതായത് ഇതിനകത്ത് കൺസെപ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള പാർട്ടാണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. അതായത് യൂറിൻ ഫോർമേഷൻ, ദെൻ മെക്കാനിസം ഓഫ് കോൺസെൻട്രേറ്റിംഗ് യൂറിൻ, അവിടെ തന്നെ നമുക്ക് കൗണ്ടർ കറണ്ട് ഇഫക്റ്റ് പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏരിയയൊക്കെ വളരെ ക്ലാരിറ്റിയോടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇതിനകത്ത് കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഈ ടോപ്പിക്കിൽ അത് വളരെ പ്രധാനമാണ്. കൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന ടോപ്പിക്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അതിൽ കവർ ചെയ്യേണ്ട ഏരിയ, അതായത് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ഏതൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഒന്ന്, നെഫ്രോണിൻ്റെ സ്ട്രക്ചർ. ഇപ്പം അതായത് കിഡ്നിയുടെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ആൻഡ് യൂറിൻ ഫോർമേഷൻ. ഇപ്പം നമ്മുടെ PCT, DCT, ലൂപ്പ് ഓഫ് ഹെൻലി, കളക്ടിംഗ് ഡക്ട്, ഇവിടെയൊക്കെ നടക്കുന്ന ഫങ്ഷൻസ് വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ, ആ പാർട്ടെല്ലാം ഒരു സംശയം ഉണ്ടാവരുത്, വളരെ ക്ലിയർ ആയിരിക്കണം. ഇനി അടുത്ത് വരുന്നത് ഡിസോർഡേഴ്സ് ആണ്. പിന്നെ അവിടെ നമുക്ക് വലിയ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഡിസോർഡേഴ്സ് ഓഫ് കിഡ്നി. ദെൻ അടുത്തത് അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ, അതായത് അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം, ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരുന്നതാണ്. ഇവിടെയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഏരിയയാണ്. അവിടെ നമുക്ക് കൺസെപ്റ്റ് ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ 3 തരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് എക്സ്ക്രീഷൻ ആസ് വെൽ ആസ് എക്സാമ്പിൾസ് അവിടെ പഠിക്കണം. അതായത് അമോണോടെലിസം എക്സിബിറ്റ് ചെയ്യുന്നത് ആരാണ്, യൂറിയോടെലിസം ആരാണ് എക്സിബിറ്റ് ചെയ്യുന്നത്, യൂറിക്കോടെലിസം ആരാണ് എക്സിബിറ്റ് ചെയ്യുന്നത്, ആ ലെവലിലാണ് ഈ പാർട്ട്. അതായത് ഇവിടെ ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ അവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ആ ലെവലിലാണ്. പിന്നെ വരുന്നത് ഹോർമോണൽ കൺട്രോൾ ഓഫ് കിഡ്നി ഫങ്ഷൻ, വളരെ വളരെ പ്രധാനപ്പെട്ട പാർട്ടാണ്. ഇപ്പം കിഡ്നിയുടെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ, പിന്നെ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, പിന്നെ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ, അപ്പോൾ ആ പാർട്ടും അതും അവിടെയും കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ ആ പാർട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. പിന്നെ ഏറ്റവും അവസാനം എക്സ്ക്രീറ്ററി ഓർഗൻസ്, അവിടെയും ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ, അതും സ്ട്രെസ് ചെയ്യുക. അപ്പം അങ്ങനെ അതാണ് നമ്മുടെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ എന്ന ചാപ്റ്റർ. വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം നീറ്റിന് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ് ഇനി വരില്ല എന്നല്ല അർത്ഥം. അപ്പം നോർമലി നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം, അതായത് മൊത്തമായിട്ട് 3 ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻസ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിൽ നിന്ന് കിട്ടാറുണ്ട്. ബട്ട് കഴിഞ്ഞ വർഷം അത് അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ വന്നില്ല. മേ ബി ഇനി ഈ വർഷം അതിന് പകരം ഈ വർഷം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ടോപ്പിക് വൈസ് നോക്കാം. അതായത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് കിഡ്നി, അവിടെ 2017 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് കിഡ്നീസ്. ദെൻ അടുത്ത് വരുന്നത് കിഡ്നി ഫങ്ഷൻ ആൻഡ് ഹോർമോണൽ കൺട്രോൾ, അവിടെ 2018 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 1 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ വീണ്ടും കിഡ്നി ഫങ്ഷൻസ് ആൻഡ് ഡിസോർഡേഴ്സ്, അവിടെ 2018 2 ക്വസ്റ്റ്യൻസ്, ദെൻ 2020 1 ക്വസ്റ്റ്യൻ. ഇപ്പം ഈ രീതിയിലാണ് ഈ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 12 മാർക്കാണ്. അതായത് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം സ്ട്രെസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് 12 മാർക്സ് ആണ്. അപ്പം ഇനി അടുത്ത നമ്മുടെ സുവോളജിയുടെ സീനിയർ ഫാക്കൽറ്റിയായ മനോജ് സാറിനെ നമുക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. Hi students, I am Manoj, Zoology teacher. ഓക്കെ മക്കളെ, നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ മുന്നിൽ വെറും 30 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഏകദേശം ഒരു 30 ദിവസത്തോളം ഉണ്ട്. ഈ സമയത്ത് നിങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ടെൻഷൻ കുറച്ച് എത്ര നല്ല രീതിയിൽ പരീക്ഷ എഴുതാം എന്നുള്ള രീതിയിൽ
ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ സൈലം ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുമെന്നും നിങ്ങളുടെ ഈ ലൈവ് വീഡിയോ ശ്രദ്ധിച്ചുകൊണ്ട് അവസാനം വരെ ഇരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. നിങ്ങൾക്കറിയാം, സെക്കൻഡ് ഇയറിലെ NCERTയിലെ 15ാമത്തെ ചാപ്റ്ററായ ഏതാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യം പറയുന്നത്. ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം നീറ്റിന് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ എല്ലാ കൊല്ലവും പ്രത്യേകിച്ചൊരു 2 മുതൽ 3 വരെ ക്വസ്റ്റ്യൻ, എവറി 2 to 3 ക്വസ്റ്റ്യൻസ് എവറി ഇയർ. അതായത് ഏകദേശം ഒരു 6 വർഷത്തിനുള്ളിൽ 14 ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. 14 ക്വസ്റ്റ്യൻ ഈ ഒരു 2015 മുതൽ 2021 വരെയുള്ള കാലയളവിൽ വന്നിട്ടുണ്ട്. അതായത് 2% ആണ് ടോട്ടൽ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എങ്കിലും ക്വസ്റ്റ്യൻ, അതായത് വെയിറ്റേജ് ഓഫ് ദ മാർക്ക് എന്ന് പറയുന്നത് 12 മാർക്കാണ്. കാരണം 2 or 3 ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിന് വരും. ഓക്കെ, നമുക്ക് എന്ത് നോക്കാം, ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഒന്ന്, ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ജെനറ്റിക് ലെവൽ, സ്പീഷീസ് ലെവൽ ആൻഡ് ഇക്കോസിസ്റ്റം ലെവൽ എന്ന് പറയുന്ന ആ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി നിങ്ങൾ പഠിക്കണം മക്കളെ. അതേപോലെ തന്നെ പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി. പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ട്രോപ്പിക്കൽ റീജിയൻ, ടെമ്പറേറ്റ് റീജിയൻ, പോളാർ റീജിയനിൽ ബയോഡൈവേഴ്സിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അത് നിങ്ങൾ പഠിക്കണം. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, അതിന്റെ ഗ്രാഫ്, അതിന്റെ ഇക്വേഷൻ എല്ലാം നിങ്ങൾ പഠിച്ചു പോകണം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, നമ്മൾ പറഞ്ഞ ഈവിൾ ക്വാർട്ടറ്റ് എന്ന് പറയുന്ന 4 റീസൺ ഉണ്ട്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ. മറന്നു പോകരുത്. അറ്റ്ലീസ്റ്റ് ആ പേരെങ്കിലും നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ട് പോവുക, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാം. ഈവിൾ ക്വാർട്ടറ്റ്. ആൻഡ് ഫൈനലി, പ്രതീക്ഷിച്ചോ, ഈ കൊല്ലവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. അതിനകത്തുള്ള എന്ത് എക്സാമ്പിൾസ്. ഇൻസിറ്റു കൺസർവേഷൻ എന്താണെന്ന് ചോദിക്കില്ല, ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ചോദിക്കും, എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ചോദിക്കും. മക്കളെ പഠിച്ചോ, നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണതിൽ. ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ കൊല്ലവും ചോദിക്കാറുണ്ട്. മനസ്സിലാക്കുക, ഞങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. അതായത് 2015 3 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 2016 2 ക്വസ്റ്റ്യനും 17 3 ക്വസ്റ്റ്യനും 18 2ഉം 19 1ഉം ഇങ്ങനെയായിട്ടാണ് വന്നത്. 2021 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ കൊല്ലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കൂ. പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത് 2017 2020 പിന്നെയോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി 2016 വന്നിട്ടുണ്ട്, 17 വന്നിട്ടുണ്ട്, 19 അടുത്തടുത്ത വർഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കൂ, ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ നോക്കൂ. 2015 16 17 18 19 ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻസിറ്റു എക്സിറ്റു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കൊല്ലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ആന്റിസിപ്പേഷൻ മാത്രമാണ്. ഇത് മാത്രം പഠിച്ചു പോയിട്ട് നിങ്ങൾ ഇതല്ലേ പറഞ്ഞതെന്ന് പറയരുത്. ഇത് ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, ബാക്കിയുള്ള ടോപ്പിക്ക് നോർമലായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടോപ്പിനൊക്കെ മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്ന മക്കളെ, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തത് ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്തൊക്കെയെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് നോക്കാം. 6 വർഷത്തിലായിട്ട് 14 ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 3% ആണ് ടോട്ടൽ വെയിറ്റേജ്. അതായത് എവറി ഇയർ 2 to 3 ക്വസ്റ്റ്യൻസ്, 2 or 3 ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കുന്നു. വെയിറ്റേജ് 3 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 12 നമ്മൾ എഴുതുന്നു മാർക്കിന്റെ വെയിറ്റേജ്. ഓക്കെ, എന്തെല്ലാം നിങ്ങൾ പഠിക്കണം.
നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായും നിങ്ങൾ പഠിച്ചോ, ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഓർഗാനിക് ആസിഡ്, എൻസൈം ആൻഡ് ബയോ ആക്റ്റീവ് മോളിക്യൂൾ. മറ്റേത് ഭാഗത്തുകളേക്കാൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഓർഗാനിക് ആസിഡ്, എൻസൈംസ് ആൻഡ് ബയോ ആക്റ്റീവ് മോളിക്യൂൾ. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാത്ത ഒരു ക്വസ്റ്റ്യനെങ്കിലും കിട്ടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, രണ്ടാമത്തത് സീവേജ് ട്രീറ്റ്മെന്റ്, STP ആൻഡ് ബയോഗ്യാസ്. ബയോഗ്യാസ് പ്ലാന്റും ബയോഗ്യാസിന്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ്, ഏത് ബാക്ടീരിയയാണ്, മെത്തനോജൻ ബാക്ടീരിയയാണ്, അതിന്റെ കോമ്പിനേഷൻ എന്താ എന്നെല്ലാം നിങ്ങൾ പഠിക്കുക. ബയോഗ്യാസ്. ദെൻ മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ്. മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് എന്ന് നിങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേർഡിനെ പറ്റി പഠിക്കണം, പ്രധാനമായിട്ടും ചീസ് പഠിക്കണം, സെക്കറോമൈസസ് സർവീസെ അതായത് ഈസ്റ്റിനെ പറ്റി പഠിക്കണം. ആൻഡ് ഫൈനലി ബയോ കൺട്രോൾ ഏജന്റ്സ് ആൻഡ് ബയോ ഫെർട്ടിലൈസർ. ഇത്രയും ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത് നോക്കൂ നിങ്ങൾ. മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേർഡ് ആവാം, ചീസ് ആവാം, അല്ലെങ്കിൽ ഈസ്റ്റിനെ പറ്റി ആവാം. ഇത് ചോദിച്ചിരിക്കുന്നത് 2018 2019 പിന്നെയോ ഓർഗാനിക് ആസിഡ്, എൻസൈം, ബയോ ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറയുന്നത് 2015 വന്നു, 16 വന്നു, 17, 19, 20, 21 വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഈ കൊല്ലവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ പ്രധാനമായിട്ടും 3 മോളിക്യൂൾ കാര്യമായി നിങ്ങൾ പഠിക്കണം. ഒന്ന് സൈക്ലോസ്പോറിൻ എ എന്നുള്ളത് പഠിക്കണം, സ്റ്റാറ്റിൻ പഠിക്കണം, പിന്നെ അതേപോലെ തന്നെ സ്ട്രെപ്റ്റോകൈനേസ്. ഈ 3 ബയോ ആക്റ്റീവ് മോളിക്യൂൾ എന്തായാലും പഠിക്കണം. 4 ഓർഗാനിക് ആസിഡ് പഠിക്കണം, 2 എൻസൈം പഠിക്കണം. ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ബയോഗ്യാസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ 2015, 16, 17, 19 അതേപോലെ 20 വന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാഗവും നിങ്ങൾ ഒഴിവാക്കി പഠിക്കരുത്. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ബയോ കൺട്രോൾ ഏജന്റ്, ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് 2019 വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ നിങ്ങൾ ബയോ ഫെർട്ടിലൈസർ എന്ന ടോപ്പിക് കൂടെ പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഏകദേശം മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിലെ ഏകദേശം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ കുറെ സമയം ഇവിടെ പിടിച്ചിരുത്തുന്നില്ല, കാരണം ഒരുപാട് ലേറ്റ് ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരമാവധി സ്പീഡിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പരമാവധി മാർക്ക് വാങ്ങിത്തരാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് അല്ലേ? ഇതിന് എങ്ങനെയാ നോക്കാം നമുക്കല്ലോ. ഇതിലും ഏകദേശം 14 ക്വസ്റ്റ്യൻ ആണ് 6 വർഷം കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ 2 to 3 ക്വസ്റ്റ്യൻ എവറി ഇയർ വരുന്നുണ്ട്. 3% ആണ് വെയിറ്റേജ്. അതുകൊണ്ട് വെയിറ്റേജ് ഓഫ് മാർക്ക് 12 ആണ്. നമുക്കറിയാം 3 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 12 ആണല്ലോ. ഓക്കെ, എന്തൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് നോക്കിക്കൂടെ. അതായത് നിങ്ങൾ ഒന്ന് പഠിക്കേണ്ടത് പ്രത്യേകിച്ച് മസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം കാര്യമായിട്ട് പഠിക്കുക. അതിനകത്ത് സെഡ് ലൈൻ, ഈ സെഡ് ലൈൻ, 2 സെഡ് ലൈൻ ഇടയ്ക്കുള്ള എന്താണ് സാർക്കോമിയർ, ബിറ്റ്വീൻ 2 സെഡ് ലൈൻ, ആ ഒരു ഭാഗം നിങ്ങൾ പഠിക്കണം. കൺട്രാക്ഷൻ ഓഫ് ദ മസിൽ എന്ന് പറയുന്ന ചിത്രങ്ങളുണ്ട്, ആ ചിത്രം പഠിക്കുക. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ഓഫ് ആക്ടിൻ ആൻഡ് മയോസിൻ. നിങ്ങളുടെ ടെസ്റ്റ് NCERT ബുക്കിൽ ആക്ടിന്റെ ഡയഗ്രമും അതേപോലെ തന്നെ മയോസിന്റെ ഡയഗ്രാം ഉണ്ട്. അതിൽ ഡയഗ്രാം അല്ല, അതിൽ എന്തൊക്കെയാണ് അതിന്റെ കമ്പോണൻസ്, എന്താണ് മോണോമിയർ, എന്താണ് പോളിമർ എന്നുള്ളതെല്ലാം പഠിക്കുക. പ്രത്യേകിച്ച് ആ മസിൽ കൺട്രാക്ഷന്റെ ഭാഗം പഠിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ക്രോസ് ബ്രിഡ്ജുകൾ ഉണ്ടാവുന്നു എന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. മക്കളെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. അടുത്ത എന്താ നോക്കൂ, ടൈപ്സ് ഓഫ് റിബ്സ്. 3 ടൈപ്പ് റിബ്സ് ഉണ്ട് നിങ്ങൾക്കറിയാം. ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. ആ റിബുകൾ ഏതൊക്കെ? 1 മുതൽ 7, 8, 9, 10, 11, 12 ആ ഓർഡറുള്ള പേരുകൾ പഠിക്കുക. ക്വസ്റ്റ്യൻ വരും. എസ്പെഷ്യലി ദ ജോയിന്റ്സ്. അതിനു മുമ്പേ ഗേർഡിൽ ബോൺസ് എന്നും നമ്മൾ പഠിക്കണം. പെക്ടറൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ, പിന്നെ അതിൽ വരുന്ന ഗ്ലിനോയിഡ് കാവിറ്റി ആൻഡ് അക്രോമിയോൺ പ്രോസസ്. അത് നമ്മുടെ പെക്ടറൽ ഗേർഡില്, പെൽവിക്കില് അസിറ്റാബുലം. ഇത്രയും നിങ്ങൾ ഗേർഡിൽ ബോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ആൻഡ് ഫൈനലി
അല്ല അതിനു മുമ്പേ ടൈപ്സ് ഓഫ് ജോയിന്റുകൾ, അത് നിങ്ങൾക്ക് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജോയിന്റുകൾ, 3 ടൈപ്സ് ഓഫ് ജോയിന്റ്, അതിൽ പ്രത്യേകിച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിന്റ്. ജോയിന്റ് എന്ന ഭാഗം നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ. പിന്നെ വരുന്ന ഡിസീസിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഗൗട്ടാണ്. പിന്നെ മയാസ്തീനിയ ഗ്രാവിസും വരാൻ സാധ്യതയുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് ഗൗട്ടിന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നത് നോക്കാമല്ലോ. മസിൽ കൺട്രാക്ഷൻ, ആക്ഷൻ, മയോസിനെ പറ്റിയിട്ട് 2015-ലും 16-ലും 18-ലും 21-ലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ റിബ്സിനെയും ജോയിന്റിനെയും പറ്റിയിട്ട് 2015, 17, 19, 20 വന്നിട്ടുണ്ട്. ഗേർഡിൽ ബോൺസിനെ പറ്റി 2015-ലും 21-ലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഗ്ലിനോയിഡ് കാവിറ്റി, അസിറ്റാബുലം, അക്രോമിയോൺ പ്രോസസ്, ഇതൊക്കെ എവിടെ കാണുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കാര്യമായിട്ട് വരിക. ദെൻ ഡിസീസിൽ 2016-ലും 19-ലും കഴിഞ്ഞ വർഷം പോലും ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഡിസീസിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 12 മാർക്കോളം കിട്ടാവുന്ന ഒരു ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാവുന്ന ചാപ്റ്ററാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് ഈ ലോക്കോമോഷനിൽ മനസ്സിലായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അടുത്ത ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ഇതൂടെ പറഞ്ഞ് ഞാൻ മറ്റൊരു സാറിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഇയറിലെ ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാം ഇതിനകത്ത് ഇതിലും ഏകദേശം ഒരു 14 ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് ആയിട്ട് 6 വർഷം കൊണ്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ക്വസ്റ്റ്യൻ എല്ലാ വർഷവും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ 3% ആണ് വെയിറ്റേജ്. അതേപോലെ മാർക്കിന്റെ വെയിറ്റേജ് 12 മാർക്കാണ്. അത് നമുക്ക് കൂടുതൽ അറിയാം. 3 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 12 മാർക്കാണെന്ന് അറിയാം. ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം? ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചോ. ബ്ലഡ്, ലിംഫ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ ബ്ലഡിനകത്ത് ബ്ലഡ് സെൽസിനെ പറ്റി പഠിക്കണം. നിങ്ങൾ ബ്ലഡ് സെല്ലിനെ പറ്റി പഠിക്കണം, ലിംഫിനെ പറ്റി പഠിക്കണം. ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ്, യൂണിവേഴ്സൽ ഡോണർ ഏതാണ്, യൂണിവേഴ്സൽ റിസിപ്റ്റന്റ് ഏതാണ് പഠിക്കുക. ബ്ലഡ് കൊയാഗുലേഷൻ പഠിക്കുക. പ്രത്യേകിച്ച് അതിന്റെ എൻസൈമുകളുടെ പേര് പഠിക്കുക. ഓക്കെ. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട മറ്റൊന്ന് ECG ആണ്. ECG പഠിക്കണം. കാർഡിയക് സൈക്കിളും പഠിക്കണം. ECG പഠിക്കണം. ECGയിൽ PQRST, P വേവ് എന്തിനെ കാണിക്കുന്നു, P വേവ് എന്തിനെ കാണിക്കുന്നു, അതായത് ഡീപോളറൈസേഷൻ ഓഫ് ദ ആട്രിയ. ഉത്തരം കിട്ടി. QRS വേവ് എന്തിനെ കാണിക്കുന്നു, ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾ. അതുപോലെ T വേവ് എന്തിനെ കാണിക്കുന്നു, റീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾ. ആ ലെവലിൽ പഠിക്കുക. ഓക്കെ. പിന്നെ വാൽവ്സ് ഓഫ് ദ ഹാർട്ട്, അതായത് ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് സൈഡില്, ബൈകസ്പിഡ് ഓർ മിട്രൽ വാൽവ് ലെഫ്റ്റ് സൈഡില്, സെമി ലൂണാർ വാൽവ് അയോർട്ടയുടെയും പൾമണറി ആർട്ടറിയുടെ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുക. ആൻഡ് ഡിസീസിൽ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഹൈപ്പർ ടെൻഷൻ ആൻഡ് അതെറോസ്ക്ലെറോസിസ്, കൊറോണറി ആർട്ടറി ഡിസീസ്. ഇതാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം ഏതെല്ലാം ക്വസ്റ്റ്യൻ വന്നു നോക്കാം. ബ്ലഡ്, ലിംഫ്, ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻഡ് ബ്ലഡ് കോയാഗുലേഷൻ. ഈ 4 ഭാഗത്തുനിന്നൂടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു 2015, 2016, 2017, 18, 20, 21. കഴിഞ്ഞ വർഷം പോലും ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഭാഗമാണ് ബ്ലഡ്. സർക്കുലേറ്ററി പാത്വേയിൽ ഡബിൾ സർക്കുലേഷനിൽ ഒരു ക്വസ്റ്റ്യൻ 2015 ചോദിച്ചിട്ടുണ്ട്. വാൽവ്സിൽ 2018 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ECG ആൻഡ് കാർഡിയക് സൈക്കിൾ എന്ന് പറഞ്ഞ ഭാഗത്ത് ആ സ്ട്രോക്ക് വോളിയം, കാർഡിയക് ഔട്ട്പുട്ട് എന്ന ഭാഗമെല്ലാം പഠിക്കുക. അതിന്റെ വാല്യൂ പഠിക്കുക. സ്ട്രോക്ക് വോളിയം 70 ml ആണ്, കാർഡിയക് ഔട്ട്പുട്ട് 5 ലിറ്റർ ആണ്. ആ വാല്യൂ പഠിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ഇക്വേഷൻ പഠിക്കുക. കാർഡിയക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻടു നമ്പർ ഓഫ് കാർഡിയക് സൈക്കിൾ. ആ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 2019, 2020. അപ്പൊ ഇതിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സാറ് പ്രവീൺ സാറ്, ഡോക്ടർ പ്രവീൺ ഇവിടെ ഉണ്ട്. ഞാൻ സാറിനെ അടുത്ത സെക്ഷനിലേക്ക് ക്ഷണിക്കുന്നു. സോ മക്കളെ, നിങ്ങൾ കുറെ നേരമായില്ലേ കേട്ടോണ്ടിരിക്കുന്നു. ഇനി നമ്മളെ മുന്നിൽ 30 ദിവസം മാത്രമേ ഉള്ളൂ. സോ എല്ലാവരും എന്തുകൊണ്ടാണ് ഡു ഓർ ഡൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഏരിയയിലൂടെ ത്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്,
കടന്നു പോകേണ്ടത്. ഓക്കെ, ബയോളജിയെ സംബന്ധിച്ച് 360 തന്നെയാണ് നമ്മളെ ടാർഗറ്റ്. പക്ഷേ നമ്മൾ എക്സാമിനേഷന് ലാസ്റ്റ് നിമിഷത്തെ റിവിഷൻ പോകുമ്പോൾ ഇതിനെ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കും. ആ ഹോട്ട്സ്പോട്ട് പോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. സോ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ലാസ്റ്റ് 7 ഇയേഴ്സ് നമ്മൾ നോക്കിയാൽ അവസാനത്തെ 7 വർഷമാണ്. 2015 നീറ്റ് വന്നതിന് ശേഷം 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ എന്ന് ചോദിച്ചത്. 30 ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. സോ ഈ 30 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവറേജ് നോക്കി 20 മാർക്ക് 100% നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് മോളിക്കുലർ ബേസിസ് എന്ന് പറയുന്നത്. സോ അതിൽ എവിടെ നിന്നൊക്കെയാണ് മേജർ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നത്? നമ്മളിവിടെ കണ്ടില്ല യെല്ലോ കളറിലാക്കി വെച്ചത് ലാക്ക് ഓപ്പറോൺ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായി ചോദ്യം ചോദിക്കാറുണ്ട്. 2015, 16, 18 ലാക്ക് ഓപ്പറോൺ. Then types of RNA, RNA പ്രോസസിംഗ് ഒക്കെ അതിൽ നോക്കിയേ 2015, 16, 17, 18 2 ക്വസ്റ്റ്യൻ 2021. സോ RNA ഗംഭീരമായി പഠിക്കണം. RNA ടൈപ്സ് ഓഫ് RNA പ്രോസസിംഗ് എന്നുള്ള ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. RNA പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്പ്ലൈസിംഗ് ബേസ് ചെയ്തിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് 2017. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ റെപ്ലിക്കേഷൻ ഉണ്ട്. റെപ്ലിക്കേഷൻ 17, 18, 20 എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പാക്കിംഗ് ഉണ്ടല്ലോ, പാക്കിങ്ങില് 3 തവണ പാക്കിംഗ് എന്ന് പറയുന്ന ഏരിയ DNA-ക്ക് ഇത് ചാർജ് ആണ്, നെഗറ്റീവ്ലി ചാർജ് ആണെന്ന് പറയുന്നത് പാക്കിങ്ങിലാണ്. സോ 2017 ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. DNA സ്ട്രക്ചർ എന്ന് മെയിൻ ആയിട്ട് ചോദിക്കുക, അഡിനിൻ ഇത്ര പെർസെന്റേജ് ആണെങ്കിൽ ഗുവാനിൻ ഇത്ര പെർസെന്റേജ് ആണ്, അല്ലെങ്കിൽ അതിൽ എത്ര ഹൈഡ്രജൻ ബോണ്ടാണ് എന്നൊക്കെ കാണിക്കുന്ന ചോദ്യമാണ് അധികം ചോദിക്കാറുണ്ട്. ഒരു പ്രോബ്ലം ആണ് ചോദിക്കാറുള്ളത്. 15, 17, 20 2 ക്വസ്റ്റ്യനും 21 എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ സെൻട്രൽ ഡോക്യുമെന്റ് ഒരു ഇക്വേഷൻ ഇല്ല, അതിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് 2021. ട്രാൻസ്ലേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലെ സ്റ്റിൽ 2020 ഒരു ചോദ്യമുണ്ട്. സോ എൻസൈമിന്റെ പേര് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. എൻസൈമുകളുടെ പേരില് RNA പോളിമറൈസ്, DNA പോളിമറൈസ്, ലിഗേസ് ഒക്കെ ഇല്ലേ, ആ എൻസൈമുകളുടെ പേരും ചോദിക്കാറുണ്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ നിന്ന് 2 ചോദ്യങ്ങൾ 2015 19 ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഏറ്റവും ത്രസ്റ്റ് ചെയ്ത് പഠിക്കുക ഏതൊക്കെയാ, നമ്മള് ലാക്ക് ഓപ്പറോൺ എന്തായാലും റിവിഷൻ സമയത്ത് നമ്മൾ പോയിരിക്കേണ്ടതാണ്. റെപ്ലിക്കേഷൻ, പാക്കിംഗ് ആൻഡ് DNA സ്ട്രക്ചർ ഇത്രയും ഗംഭീരമാക്കുക. ഓക്കെ ആണല്ലോ. നമ്മൾ ഇതിൽ കൂടുതലായിട്ടും എന്തിൽ കാണുന്നില്ല, നമ്മളെ ലാസ്റ്റ് ഏരിയ ഉണ്ടല്ലോ. ഓക്കെ, ലാസ്റ്റ് ഏരിയയിൽ നിന്ന് അധികം ചോദ്യങ്ങളില്ല. ലാസ്റ്റ് നമ്മളെ HGPയിൽ നിന്ന് 2 ചോദ്യങ്ങളുണ്ട്. പിന്നീടുള്ള പാർട്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യനുകൾ നമ്മൾ കണ്ടിട്ടില്ല. സോ ഇതൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ റിവിഷൻ പ്ലാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. സോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് മാത്രം പഠിച്ചുകൊണ്ട് 350 വാങ്ങാമെന്നോ 360 വാങ്ങാമെന്നല്ല നമ്മൾ പറയുന്നത്. ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചാപ്റ്ററുകളെ കുറിച്ചാണ്. സോ 20 മാർക്ക് നിങ്ങൾക്ക് മോളിക്കുലാർ ബേസിസിൽ നിന്ന് ഉറപ്പിക്കാം. 20 മാർക്ക് നിങ്ങൾ ഫിസിക്സിലൊക്കെ നടന്ന് എത്ര കഷ്ടപ്പെടണം. സോ ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ, 3 ഷുവർ ആണ്. 3 ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആകെ എത്ര പേജാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? അതിൽ ഷുവറായി ചോദിക്കുന്ന 2 ഏരിയ, ഗ്യാമറ്റോജെനിസിസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കുറവാണ്. ഗ്യാമറ്റോജെനിസിസ് നോക്കിയേ 2015 2 ക്വസ്റ്റ്യൻ, 16, 18, 19, 20 ഗ്യാമറ്റോജെനിസിസ് കഴിഞ്ഞ വർഷമാണ് ചോദിക്കുന്നത്. മിക്കവാറും എല്ലാ വർഷങ്ങളും ചോദിക്കും. അതേപോലെ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഉണ്ട്. കപ്പാസിറ്റേഷന്റെ ഒരു ചോദ്യം, കപ്പാസിറ്റേഷൻ നിങ്ങൾ NCERT-യിൽ പറയുന്നില്ലെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. കപ്പാസിറ്റേഷൻ എല്ലാവരും പഠിച്ചിരിക്കണം. ഫെർട്ടിലൈസേഷൻ ഇവന്റും ഇംപ്ലാന്റേഷനും 16, 17, 21. അതേപോലെ തന്നെ മെൻസ്ട്രുവൽ സൈക്കിൾ അധികം ഹോർമോൺ ബേസ്ഡ് ആ ചോദിക്കുക. LH സർജ് ഉണ്ടാവും, ഓവുലേഷൻ നടക്കുന്നു, അങ്ങനെയുള്ള ഹോർമോണൽ ക്വസ്റ്റ്യൻ ആണ് മെൻസ്ട്രുവൽ സൈക്കിളിന് അധികം ചോദിക്കുക. ദെൻ പാർച്ചുറേഷന്റെ സമയത്തും ഹോർമോണൽ ഇംബാലൻസിന് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ കുറയുന്നു. ഓക്കെ, അതേപോലെ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ഹോർമോണൽ ഇവന്റ് തന്നെയാണ് പാർച്ചുറേഷൻ ചോദിക്കുക. ദെൻ പ്ലാസന്റയിലും എൻഡോക്രൈൻ കൺട്രോൾ തന്നെയാണ് ഇമ്പോർട്ടന്റ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ട്രാക്ക് ഇല്ലേ, പാത്ത് വേ, സ്പേമിന്റെ ട്രാൻസ്പോർട്ട് ചോദിക്കാറുണ്ട്. സോ 2019 അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ 2018 ഒറ്റയൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇത്രയും ഏരിയ നിങ്ങൾ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 12 മാർക്ക്, 12 മിനിമാണ്. 4 ചോദ്യങ്ങൾ ചോദിച്ച വർഷമാണ്. 16 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കിട്ടിയേക്കാം. സോ അടുത്ത ചോദ്യം ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ഒരു വലിയ ലെങ്തി ചാപ്റ്റർ ആണ്. സോ അത്രയൊന്നും മാർക്ക് നമുക്ക് കിട്ടില്ല. 8 മുതൽ 12 വരെ ഞാനെല്ലാം മിനിമത്തിലാണ്. 8 മുതൽ 12 വരെ 2 to 3 ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് 7 ഇയേഴ്സ് നമ്മൾ നോക്കിയാല് 17 ക്വസ്റ്റ്യനുകളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ചെറിയൊരു 2 പാരഗ്രാഫ് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ അധിക വർഷം 2019, 20, 21 3 വർഷം എന്തുണ്ട്, സെക്കൻഡറി മെറ്റബോളൈറ്റ്, കോൺകനാവാലിൻ,
ഇല്ല ലെക്റ്റിൻ എക്സാമ്പിൾ, കോൺകനാവാലിൻ സ്ഥിരമായി ചോദിക്കുന്ന, അതായത് കേരള എൻട്രൻസ് മുതൽ നീറ്റിന്റെ ഇവല്യൂഷൻ പരിണാമം നോക്കിയാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപൂർവമാണ്. ദെൻ ലിപ്പിഡുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ഇൻസോളിബിൾ ഫ്രാക്ഷനിൽ കാണുന്ന നോൺ പോളിമറിക് സബ്സ്റ്റൻസ് എഴുതുന്ന 2017 ലിപ്പിഡുകളെ കുറിച്ച്. അതേപോലെ ഒരു ലിപ്പിഡില് 3 ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും ഉണ്ടാകുന്നുള്ള ഒരു ചോദ്യം, അതൊക്കെയാണ് ലിപ്പിഡ് എന്ന് ചോദിച്ചത്. ദെൻ ഷുഗർ, സൂക്രോസിനെ കുറിച്ചൊക്കെ 2015-18. ബോണ്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്. പെപ്റ്റൈഡ് ബോണ്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഒക്കെ നിങ്ങൾ പഠിച്ചില്ല. ബോണ്ടുകൾ 2015-20 ചോദിച്ചിട്ടുണ്ട്. ദെൻ അമിനോ ആസിഡിന്റെ എക്സാമ്പിളുകൾ ഉറപ്പായി നോക്കേണ്ടതാണ്. എസിഡിക് അമിനോ ആസിഡ്, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ, ബേസിക് അമിനോ ആസിഡ്, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്, മെത്തിയോണിൻ, സിസ്റ്റീൻ. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ദെൻ ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ല. മലോണേറ്റ്, സക്സിനേറ്റ്, ഡിഹൈഡ്രോജനേസിന്റെ ഇൻഹിബിറ്റർ ആണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സോ അത് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം എന്നാണ്. അല്ലെ കോഫാക്ടർ ഗീവ്സ് ഹോളോ എൻസൈം. നീറ്റിന് ചോദിച്ച 2017 നീറ്റ്. സോ കോഫാക്ടർ ഇമ്പോർട്ടന്റ് ആണ്. പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്. കോ എൻസൈമും പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പുള്ള ഡിഫറൻസ് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. പിന്നെ നൈട്രജൻ ബേസ് പെയറിംഗ് ഇല്ലേ, അഡിനീൻ 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അഡിനീൻ ഇത്രയാണെങ്കിൽ തൈമീൻ ഇത്ര. ആ രീതിയിലുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് മറ്റൊരു ടേബിൾ ഉണ്ട് നിങ്ങൾക്ക് NCERT-ൽ. ആ ടേബിളിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് 2019. GLUT4 ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ പ്രസന്റ് ഇൻ സ്കെലിറ്റൽ മസിൽ സെൽ. GLUT4 an ഇൻസുലിൻ ഡിപെൻഡന്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ GLUT4 2019. സോ ബയോമോളിക്യൂൾസിലെ ആ ഏരിയ ഒക്കെയാണ് കൂടുതലായി നമ്മൾ ചോദിച്ചു വരുന്നത്. സോ അമിനോ ആസിഡിന്റെ എക്സാമ്പിളുകൾ, ലിപ്പിഡുകൾ എന്ത് ചെയ്യാം, കോഫാക്ടേഴ്സിനൊക്കെ നന്നായി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മൾ പബ്ലിക് എക്സാമിന് കൂടുതലും എൻസൈമിന്റെ മോഡ് ഓഫ് ആക്ഷൻ അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്നെങ്കിൽ ഇവിടെ കോഫാക്ടേഴ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. സോ ആനിമൽ കിങ്ഡം വിട്ട് മോളിക്കുലർ ബേസിസും ആനിമൽ കിങ്ഡവും പഠിക്കാതെ നിങ്ങൾ എൻട്രൻസ് ഹാളിൽ പോയിട്ട് കാര്യമില്ല. റിസൾട്ട് ആവാൻ പാടാണ്. കാരണം പോയി നിങ്ങൾ 40 മാർക്ക് അടിച്ചങ്ങ് പോകും. മോളിക്കുലർ ബേസിസ് ആനിമൽ കിങ്ഡം ഇല്ലെങ്കിൽ ബയോളജി നീറ്റ് ഇല്ല എന്നാണ്. സോ എന്നോട് എല്ലാ കുട്ടികളും ചോദിക്കാം, ആനിമൽ കിങ്ഡത്തിന്റെ എക്സാമ്പിൾ പഠിക്കണോ സാറേ? ഒരുപാട് എക്സാമ്പിൾ ഉണ്ടല്ലോ. സോ റിപ്പീറ്റ് ചെയ്ത് ഉറപ്പായും പഠിച്ചിരിക്കണം. കാരണം 22 ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് 7 ഇയേഴ്സിൽ ആനിമൽ കിങ്ഡത്തിൽ ചോദിച്ചത്. 22 ക്വസ്റ്റ്യൻസ്. അതിൽ നിങ്ങൾ നോക്കി എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് 7 എണ്ണം. 22 ക്വസ്റ്റ്യനിൽ 7 എണ്ണം എക്സാമ്പിൾ ബേസ്ഡ് ആണ്. അതായത് സയന്റിഫിക് നെയിം ഡയറക്റ്റ് അങ്ങ് ഹിറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് 7. അതായത് 33%. 22-ല് 7 എന്ന് പറഞ്ഞാൽ നിയർലി 33% എന്താണ്, എക്സാമ്പിൾ ആണ്. സോ ആനിമൽ കിങ്ഡം എക്സാമ്പിളിൽ പോകുമ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിലും എക്സാമ്പിൾ പഠിച്ചു പോയാൽ 2 ക്വസ്റ്റ്യൻ ഉറപ്പായി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. സോ ദെൻ നിങ്ങൾ നോക്കേണ്ടത്, ഒരു ഫൈലം പഠിക്കുമ്പോൾ എല്ലാം ഗംഭീരമായി പഠിച്ചില്ല, സാലിയൻ ഫീച്ചേഴ്സ് ഉറപ്പായും പഠിച്ചു വെക്കണം. ഫോർ എക്സാമ്പിൾ കാൽക്കേരിയസ് ഷെല്ല്, റാഡുല എന്താണ്, വിസറൽ ഹംബ്, മാൻഡിൽ കാവിറ്റി എന്നൊക്കെ പറയുന്ന മുളുസ്കൻ ഫീച്ചേഴ്സ് ഇല്ലേ, ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോക്കി 2021 2 ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻ ചോദിച്ചത് ടിപ്പിക്കൽ ഫീച്ചർ വെച്ചിട്ടാ. നോർമൽ ആയിട്ടുള്ള ജനറൽ ഫീച്ചർ അയം അക്വാട്ടിക്, അയം മറയുന്നുള്ള പോലത്തെ സാലിയൻ ഫീച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ 2021, 2016, 2018 ചോദിച്ചിട്ടുണ്ട്. മമേലിയ എന്ന് പറയുന്നത് എത്ര ചെറിയൊരു ക്ലാസ് ആണ്, പക്ഷെ മമേലിയ എന്ന് ചോദ്യം ചോദിച്ചു നോക്കിയേ 15, 16, 17, 21. OV പാരസ് എന്നൊക്കെയുള്ള ഓപ്ഷനുകളായിരിക്കും. മമേലി ഹോമിയോതെർമി, OV പാരസ്. പിന്നെ ചോദിച്ച അക്വാട്ടിക് മാമൽസ് ഏതൊക്കെയാണ് തന്നതിൽ, ഡെൽഫിനസ്, ബെലിനോപ്റ്റിറ എന്നൊക്കെ പറയുന്ന അക്വാട്ടിക് മാമലില്ലേ, അങ്ങനെയുള്ള രീതിയിൽ. അതേപോലെ പറക്കുന്ന മാമലുകൾ, പിറോപ്പസ്, പൗച്ച്ഡ് മാമൽ, മാക്രോപ്പസ് എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾ ഇല്ലേ. സോ മമേലി എന്താണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. മമേലിയിലെ എസ്പെഷ്യലി മമേലിയൽ എക്സാമ്പിൾ OV പാരസ്, ഓർണിത്തോറിംഗസ് ഒക്കെ ഇല്ലേ, എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഹെമികോഡേറ്റയിൽ നിന്ന് 2 വർഷം, ഹെമികോഡേറ്റ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 10 ലൈൻസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ നോക്കി 2 ഇയറിലാണ് ഹെമികോഡേറ്റ എന്ന് ചോദ്യം ചോദിച്ചത്. പോറിഫറയിൽ നിന്ന് 2015-ലും 2017-ലും ചോദിച്ചത് ഒരേ ചോദ്യമാണ്. ഒന്നെന്താണ്, ഫ്ലെജല്ലേറ്റഡ് സെൽസ്, കോളർ സെൽസ് അല്ലെങ്കിൽ കൊയനോസൈറ്റുകളെ കുറിച്ചാണ്. ആർത്രോപോഡയിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്, ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന കൈറ്റിനസ്, എക്സോസ്കെലിറ്റൻ പോലെയുള്ള എയ്വ്സിൽ നിന്ന് ന്യൂമാറ്റിക് ബോൺസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ. അതുപോലെ ക്രോപ്പ് ആൻഡ് ഗിസാർഡ് ആണ് 2021 എന്നാണ് 18-ൽ ചോദിച്ച ക്രോപ്പ് ആൻഡ് ഗിസാർഡ് ആർ 2 additional chambers
ദെൻ അനലിഡയിൽ നിന്ന് ട്രൂ മെറ്റാമോർഫോസിസ് എക്സിബിറ്റ് ചെയ്യുന്നത് ആരും എന്ന് ചോദിച്ചിട്ടുണ്ട്. എർത്തുവേം ഓപ്ഷൻ ഉള്ള ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, 2018 ചോദിച്ചിട്ടുണ്ട്. ദെൻ ആഷ് ഹെൽമിന്തസ് ഓർത്തോളുക, സ്യൂഡോസീലോം ഏറ്റവും ഇമ്പോർട്ടന്റ്, ആഷ് ഹെൽമിന്തസിന്റെ സീലോം സ്യൂഡോസീലോമാണ്. ദെൻ കോൺട്രാക്റ്റിസ് ബേസ് ചെയ്ത്, കോൺട്രാക്റ്റിസിൽ അധികവും ചോദിക്കുന്നത് ഹെറ്ററോസൈക്കൽ കോഡൽ ഫിൻ. ഓക്കെ, ടെയിൽ ഫിൻ ഹെട്രോസൈക്കൽ ആണ്. ഹെട്രോസൈക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, സ്രാവിന്റെ ഒക്കെ വാല് കണ്ടിട്ടില്ലേ? ഹെറ്ററോസൈക്കൽ കോഡൽ ഫിൻ വെച്ചിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കോൺട്രാക്റ്റിസിന്റെ എൻഡോ എന്താണ്, കാർട്ടിലേജിനസ്, എൻഡോസ്കെലിട്ടൺ, അതുപോലെയുള്ള ഫീച്ചറുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ആനിമൽ കിങ്ഡത്തിൽ എക്സാമ്പിൾ നന്നായി ത്രസ്റ്റ് ചെയ്യുക, സാലിയൻ ഫീച്ചേഴ്സ് പക്കയാക്കുക, അതിനുശേഷം വേറെ എന്തും പഠിക്കണ്ടു. ഓക്കെ, ആനിമൽ കിങ്ഡം ഇതുവരെ പഠിക്കാത്ത ഏതെങ്കിലും കുട്ടികളുടെ എക്സാമ്പിൾസ് കംപ്ലീറ്റ് അങ്ങ് പഠിക്കുക, സാലിയൻ ഫീച്ചേഴ്സ് മാത്രം മാറ്റി വെച്ച് അങ്ങ് പഠിക്കുക. മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ മിസ്സാവും. ഇത്രയും പഠിച്ചാൽ, ബാക്കി മൊത്തം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനേ കിട്ടുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയൊന്നും പഠിക്കേണ്ടെന്നല്ല. ദീസ് ആർ ദി ഹോട്ട് സ്പോട്ട്സ് പ്രസന്റ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലുള്ള ഹോട്ട് പോയിന്റുകൾ അല്ലെങ്കിൽ ഹോട്ട് സ്പോട്ടുകളെയാണ് എന്ത് ചെയ്തത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ ഇനിയുള്ള 30 ദിവസം നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് നിങ്ങളെ മൈൻഡാണ്. ഓക്കെ, നിങ്ങളെ മൈൻഡ് ചെയ്യേണ്ടത് ആരാണ്? നിങ്ങളെ മൈൻഡ് ഡ്രൈവ് ചെയ്താലേ നിങ്ങൾക്ക് വിജയിക്കാൻ. ഒരിക്കലും നമ്മളെ മൈൻഡ് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. നമ്മുടെ മൈൻഡ് എങ്ങനെ നിൽക്കാവൂ? യുവർ മൈൻഡ് ഷുഡ് ബി അപ്രൈറ്റ്. ഈ അപ്രൈറ്റഡ് മൈൻഡ് ആയിട്ട് മക്കളൊന്ന് പരീക്ഷാ ഹാളിലേക്ക് എല്ലാ ദിവസവും 30 ദിവസം കണ്ടിന്യൂസ് ആയി പഠിച്ചു നോക്കിയേ. സാധാരണ നിങ്ങൾക്ക് അറിയാലോ, മാർച്ച് 27 പരീക്ഷ തീരുന്നു, മെയ് 1st സൺഡേ അല്ലെ മെയ് 3-നോ 4-നോ എൻട്രൻസ് എക്സാം. അത്രയും ലാഗ്. ഇനിയും 30 ദിവസം നമ്മൾ സാധാരണ ഒരു ക്രാഷ് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയം നിങ്ങളെ മുന്നിലുണ്ട്. ബി പോസിറ്റീവ് ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പായി നിങ്ങളെ മൈൻഡ് ഡ്രിവൺ ആയിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യുക. ഇതേപോലെയൊക്കെ എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്ക് കൂടി ചെയ്യാതാൽ നമുക്ക് 2022 നീറ്റ് നമ്മുടെ കൈകളിലെത്തും. സോ വളരെ കോൺഫിഡന്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. സൈലം നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ഞാൻ പറഞ്ഞ നമ്മളൊരു മാരത്തോൺ ലൈവ് ആയിട്ട് ഏതാണ്ട് 3000-4000 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മാരത്തോൺ, ഇതിനൊക്കെ കവർ ചെയ്തുകൊണ്ട്, ഈ ഒരു ഹോട്ട് സ്പോട്ടുകളെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു മാരത്തോൺ ലൈവുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എല്ലാ ടീച്ചേഴ്സ് അടിച്ച് എന്താണ് 5-10 മണിക്കൂർ എന്ത് ചെയ്യാണ് നിങ്ങളെ മൊത്തത്തിൽ പാക്ക് ചെയ്ത് തരും. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ.